കുന്നത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 3-ാം ദിവസമായ ഇന്ന് മലയാള സിനിമയുടെ മാറുന്ന മുഖച്ഛായകൾ എന്ന ശീർഷകത്തിന് കീഴിൽ നടക്കുന്ന ഈ സംവാദത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കൂടെ ഈ സംവാദത്തിന് ഇരിക്കുന്നത് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് കേരള IFFKയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള രജത ചകോരം നെറ്റ്പാക് പുരസ്കാരം കിട്ടിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ആവളയുടെ തന്തപ്പേര് എന്ന ചിത്രത്തിനാണ്. തീർച്ചയായും ഈ ശീർഷകത്തെ സാധൂകരിക്കുന്ന ഒരു സിനിമയും അതിൻ്റെ സംവിധായകനുമാണ് എനിക്കൊപ്പം ഇരിക്കുന്നത്. എങ്കിലും മാറിയ ഒരു സിനിമ ഭാവുകത്വവും പ്രേക്ഷകരുടെ കാഴ്ചയും അതിൻ്റെ കണ്ടൻറ്റിനകത്തെ ചില വ്യത്യാസങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സംഭാഷണത്തിലേക്ക് വരാം എന്ന് കരുതുന്നു. നമുക്കറിയാം, സിനിമ ചരിത്രത്തിൽ അടയാളപ്പെട്ടതോടുകൂടി നമ്മുടെ അനുഭൂതിയുടെ ചരിത്രത്തിൽ തന്നെ വേറിട്ട ഒരു ഇടം ഉണ്ടായിത്തീരുകയും എല്ലാ ആലോചനകളും സിനിമയിലേക്കായി മാറുകയും എല്ലാ കലകളെയും സ്വാംശീകരിച്ചുകൊണ്ട് സിനിമ അതുവരെയുണ്ടായിരുന്ന മറ്റെല്ലാ കലകളുടെയും ജനപ്രിയതയെ ചെറുതാക്കിക്കൊണ്ട് ചരിത്രത്തിൽ സഞ്ചരിക്കുന്നതാണ് നാം കണ്ടത്. അത് ഇന്ത്യൻ ലോക സിനിമയായാലും ഇന്ത്യൻ സിനിമയായാലും ഒക്കെ അതൊരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോൾ ആ ജനപ്രിയത ഒരു ആണധികാരത്തിൻ്റെ ആഘോഷമാണ് എന്നും ഒരു മെയിൽ ഗെയ്സിൻ്റെ നോട്ടമാണ് അതിൻ്റെ ഉള്ളടക്കങ്ങളിലെല്ലാം ലോകവ്യാപകമായി പങ്കുവെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നും നാം കാണുകയുണ്ടായി. ഇത്തരം വിമർശനങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ആണുമാത്രമല്ല ന്യൂനപക്ഷങ്ങൾ, ഭിന്ന ലൈംഗിക പ്രതിനിധാനങ്ങൾ, ആദിവാസികൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹം ഒക്കെ എങ്ങനെയാണ് മുഖ്യധാരാ സിനിമയിൽ അഭാവമായി പ്രവർത്തിക്കുന്നത് എന്നും ഒപ്പം ആ സിനിമയുടെ ഉള്ളടക്കത്തിൽ ഇതൊക്കെ ഒരു ചിരിക്കുള്ള വിഭവമായി മാറുകയും ചെയ്തത് എങ്ങനെയാണ് എന്നതൊക്കെ മനസ്സിലാക്കപ്പെടുകയും പിന്നീട് ഒരുപക്ഷെ ചലച്ചിത്രോത്സവം പോലുള്ള ഫെസ്റ്റിവലുകൾ, ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ ഒക്കെ സജീവമായ കേരളത്തിൽ ഇത്തരം വിനിമയങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ഒരുപക്ഷെ ലോക സിനിമകൾ നമ്മുടെ ഫെസ്റ്റിവലുകളിലൂടെയും ഫിലിം സൊസൈറ്റികളിലൂടെയും നമ്മുടെ സാധാരണ പ്രേക്ഷകരുമായി വിനിമയം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ IFFK പോലുള്ള മാതൃകകൾ നമ്മുടെ മുഖ്യധാരാ ചലച്ചിത്രത്തിൻ്റെ ഉള്ളടക്കത്തെയും മാറ്റി തീർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങേയറ്റത്ത് കടുവയിൽ ഉള്ള ഒരു ദൃശ്യം മുഖ്യധാരയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മുറിച്ചു മാറ്റേണ്ടി വന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. എന്തായാലും ഇപ്പോൾ മുഖ്യധാര ജനപ്രിയ സിനിമയുടെ കണ്ടൻറ്റും ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന സിനിമയും തമ്മിലുള്ള അതിർത്തികളൊക്കെ നേർത്ത് വരുന്നുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് പോയ എക്കോ ആയാലും കിഷ്കിന്ധാകാന്ഡമായാലും കളങ്കാവലായാലും കാതലായാലും ഒക്കെ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ കൊണ്ടുവരികയും ഒരുപക്ഷെ മലയാള സിനിമയുടെ മുഖ്യ പ്രമേയമായിട്ട് സ്ത്രീയും ദളിതും ഒക്കെ ന്യൂനപക്ഷങ്ങളും ഒക്കെ വരുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടി ഇടം കിട്ടുകയും നേരത്തെയുള്ള പരിചരണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ സ്വത്വാവിഷ്കരണങ്ങൾക്കൊക്കെ പരിഗണന കിട്ടുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നാം നിൽക്കുന്നത്. അതേസമയം മലയാള സിനിമ ലോക ചലച്ചിത്ര ഭൂപടത്തിൽ അതിൻ്റെ സാമ്പത്തിക വിനിമയം കൊണ്ട് അതിൻ്റെ സാങ്കേതികമായ പരിചരണ രീതി കൊണ്ട് വലിയ ശ്രദ്ധയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ആണാഘോഷങ്ങളുടെ ആഹ്ലാദമായിട്ട് അല്ലെങ്കിൽ ആരവമായിട്ട് സിനിമ ചലിക്കുമ്പോൾ പോലും 2025 ഏറ്റവും തിയേറ്ററിൽ നിന്ന് പണം വാരിയ സിനിമ ഏതാണ് എന്ന ചോദ്യത്തിന് അതിലൊരു സ്ത്രീയാണ്, ലോകയിലെ നായിക ഒരു സ്ത്രീയാണ് എന്നത് വേറൊരു നിലയിൽ നമുക്ക് ആഹ്ലാദിക്കാനുള്ളതാണ്. ഫെമിനിച്ചി
സി ഫാത്തിമ പോലെ, കാത്തിരിപ്പ് പോലെ, വിക്ടോറിയ പോലെ ഉള്ള സിനിമകൾ, ആ ശീർഷകത്തിലും അതിൻ്റെ ഉള്ളടക്കത്തിലുമൊക്കെ ഇത്തരം സ്ത്രീ പരിചരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായും ഇങ്ങേയറ്റത്ത് ഉണ്ണികൃഷ്ണനിലേക്ക് എത്തുമ്പോൾ തന്തപ്പേര് എന്ന സിനിമയ്ക്ക് തൊട്ട് മുന്നേ ഉടലാഴവുമായിട്ട് IFFK-യിൽ ഉണ്ണികൃഷ്ണൻ വന്നപ്പോൾ ആ ദിവസം പറഞ്ഞ വാക്ക് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്. IFFK-യിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ ആദ്യമായിട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്ത് നിന്ന് ഒരു മനുഷ്യൻ അയാളുടെ സിനിമയുമായി കൊണ്ടാണ് ലോക സിനിമയുടെ ചലച്ചിത്ര ഭൂപടത്തിലേക്ക് എൻ്റർ ചെയ്തത് എന്ന് നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ട് മുന്നേ തന്നെ അദ്ദേഹം ചില ഡോക്യുമെൻ്ററികളും എഴുത്ത് പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ മുഖ്യധാര അല്ലെങ്കിൽ സാംസ്കാരിക മണ്ഡലത്തിൽ വളരെ സജീവമായിരുന്നു. തീർച്ചയായും ഒരു ആവളക്കാരൻ്റെ സിനിമ എന്ന ടാഗ്ലൈനിലാണ് തന്തപ്പേര് ഞാൻ കണ്ടത്. നമുക്ക് ആ ആവളക്കാരൻ്റെ സിനിമ സ്വപ്നത്തിൽ ഇത് നവമലയാളിയുടെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ മാറുന്ന മുഖച്ഛായ എന്നത് നമ്മൾ സ്ഥിരം ഒരുപക്ഷെ നമുക്ക് എവിടെയും യൂട്യൂബിൽ നോക്കിയാൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന അനുഭവമായതുകൊണ്ട് കുറച്ചുകൂടി ഉണ്ണിയുടെ ഒരു നമ്മുടെ നാട്ടുംപുറത്ത് നിന്ന് അല്ലെങ്കിൽ വടകരയുടെ സമീപ പ്രദേശത്തിൽ നിന്ന് ഒരു ലോക സിനിമാ ഭൂപടത്തിലേക്ക് കയറിപ്പോയ ഒരു മനുഷ്യൻ്റെ അതിജീവന കഥകൾ കൂടി പങ്കുവെക്കുന്ന ഒരു സെഷൻ കൂടിയായി ഇതിനെ മാറ്റണം എന്നതുകൊണ്ട് നമുക്ക് ആ അവളക്കാരൻ എത്തിപ്പെട്ട അല്ലെങ്കിൽ ആ സിനിമാ സ്വപ്നങ്ങളിലേക്ക്, അങ്ങനെ ഒരു സിനിമ സാധ്യമാണ് എന്ന ആലോചനയിലേക്ക് മറ്റുള്ളവർക്ക് കൂടി പ്രേരണയുണ്ടാക്കുന്ന തരത്തിൽ ഈ സംഭാഷണം സാധ്യമാക്കിക്കൊണ്ട് അതിൻ്റെ ആദ്യ ചോദ്യം, എങ്ങനെയാണിത് തുടങ്ങിയത്, ഈ സ്വപ്നത്തിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ ആദ്യ അല്ലെങ്കിൽ ആ പ്രേരണയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്കിത് ആരംഭിക്കാം എന്ന് തോന്നുന്നു. എന്നും ആവളക്കാരനായിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. 30ാമത്തെ വയസ്സിലാണ് ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങുന്നത്. 30 വയസ്സ് തൊട്ട് ഇപ്പം 43ാമത്തെ വയസ്സാണ്. 13 വർഷത്തിനുള്ളിൽ 2 സിനിമയാണ് സംഭവിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇന്നിവിടെ ഇരിക്കുന്നത് ഒരുപാട് കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിലാണ്. എനിക്ക് വേണമെങ്കിൽ ഈ പരിപാടി ഒഴിവാക്കാം. പക്ഷേ ഒരിക്കൽ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് ഉണ്ണി ഞാൻ എവിടെയാണ് വേദി എന്ന് ചോദിച്ച കൽപ്പറ്റ നാരായണ മാഷാണ് എന്നെ ഇവിടേക്ക് വിളിക്കുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ച സമയത്തൊക്കെ ബസ്സിൽ അത്ര ദൂരം കയറി പല കവിതയുടെയും കഥയുടെയും മേഖലയിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുടെ സ്നേഹവും കരുതലുമാണ് ഇന്ന് ഞാനിവിടെ ഇരുന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിൻബലം. അതാദ്യം സൂചിപ്പിക്കാതെ തുടങ്ങാൻ പറ്റില്ല. രണ്ടാമത് എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഞാനിവിടെ ഇരുന്നപ്പോൾ, ഞാനിവിടെ വരുമ്പം കണ്ട ഫസ്റ്റ് സെഷൻ ഞാൻ അവിടെ പോയിരുന്ന് കേൾക്കാനായിരുന്നു ആഗ്രഹിച്ച്. കാരണം മുരളി മാഷിൻ്റെ പാട്ട് എനിക്ക് തോന്നുന്നു മധുമഴ, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു കാസറ്റ് ഉണ്ടായിരുന്നു, മധുമഴ, ശശിമാഷും, ഇതൊക്കെ കേട്ട് വളർന്നൊരു മനുഷ്യനാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ലോക സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ സിനിമ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. അത് ചിലപ്പോൾ കേരള സിനിമയാണോ ഇന്ത്യൻ സിനിമയാണോ ലോക സിനിമയാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാം. ചില സിനിമകൾ അങ്ങനെ സ്വീകരിക്കപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ആ രീതിയിലേക്ക്. പിന്നെ ആവള പോലെയുള്ള ഒരു ഇടം, എനിക്ക് തോന്നുന്നു ആവളയിലെ കലാസമിതി പ്രസ്ഥാനങ്ങളിലൂടെയാണ് ഞാൻ വളർന്നു വരുന്നത്. എൻ്റെ 20 വയസ്സ് വരെ ഞാൻ ആവളയിലാണ്. ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതായത് കുട്ടിക്കാലത്ത് 5:30 എഴുന്നേറ്റ് പശുവിൻ്റെ മൂക്കയറ് പിടിച്ച് അവിടുന്ന് പാല് കൊണ്ടുകൊടുത്ത് വളർന്ന ഒരു കുട്ടിയാണ്. അവിടുന്ന് അങ്ങോട്ടേക്ക് കലാസമിതികളുടെ ഓണം, വാർഷികങ്ങൾ, ഇതിനൊക്കെയുള്ള പിരിവുകൾ, അവർക്കൊപ്പമുള്ള യാത്രകൾ, അങ്ങനെയാണ് ഞാനൊരു സംഘാടകനായിട്ട്. എൻ്റെ സംഘാടക യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ആവളയിലെ കലാസമിതികളാണ്, പ്രദേശ് കലാസമിതിയും മാനവയും ഒക്കെയാണ്. അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജവും അവിടെ നിന്ന് കിട്ടുന്ന ഒരു ക്ലാസ്സും ലോകത്ത് ഒരു ക്ലാസ് മുറി പോയാലും എനിക്ക് കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഈ 180ഓളം പേർ മാത്രമുള്ള ഒരു മനുഷ്യനോടും അധികം അടുത്ത് ഇടപെടാത്ത, വർഷങ്ങളുടെ ബന്ധം കൊണ്ട് മാത്രം ഇടപെടാൻ കഴിയുന്ന ചോലനായ്ക്കരുടെ ഭാഷയിൽ എനിക്ക് അവരെ വെച്ച് സിനിമ ചെയ്യാൻ കഴിയുന്നെന്ന് തോന്നുന്നു. ഈ ഉടലാഴത്തിൽ മണിയായിരുന്നു നായകൻ. എത്രയോ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇഞ്ചി തോട്ടത്തിലേക്ക് പോയി ജോലി ചെയ്യാൻ തുടങ്ങുന്നു. അവിടെ പോയിട്ട് അദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒരു സിനിമാക്കാരനായി വിളിച്ച് അവർ വരില്ല. നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇഷ്ടത്തോടെ ആ ഇഷ്ടം അവർക്ക് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് വരിക. അപ്പം അങ്ങനെയുള്ള മനുഷ്യരുടെ കൂടെ ജീവിക്കാനും കരുതാനുമുള്ള എന്നെ പഠിപ്പിച്ചൊരിടം ആവളയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആവള എന്ന് പറയുന്നത് ഒരു ആവളക്കാരനായി തീരുക എന്ന് പറയുന്നത് എനിക്ക് സന്തോഷം. മാത്രമല്ല അതിനകത്ത് വേറൊരു കാര്യമെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ഈ പയറ്റ് നടത്തുന്ന പരിപാടി ഉണ്ടല്ലോ, പയറ്റ്. അപ്പോൾ ഈ പയറ്റ് എഴുതാൻ നമ്മളെ വിളിക്കും. അപ്പോൾ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മളെ വിളിക്കും. അപ്പോൾ 2 ഇടങ്ങളിലാണ് ആവള എന്നുള്ള പേര് എൻ്റെ ഉള്ളിൽ രജിസ്റ്റർ ആവുന്നത്. ഒന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരിക്കും
ആദ്യമായിട്ട് ഞാൻ അവളാട്ടി ഗ്രന്ഥാലയത്തിൽ പോവുകയും അവളാട്ടി ഗ്രന്ഥാലയം ഒരു മനുഷ്യൻ്റെ പേരാണ്. ആ മനുഷ്യൻ അവിടെ ഒരു ഗ്രന്ഥാലയത്തിൻ്റെ പേരിൽ മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആവളക്കാരൻ അവിടെ ഉണ്ട്. എനിക്ക് ആവളാട്ടി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പയറ്റ് കണക്കിൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതുമ്പോൾ ടി.പി. രാധാകൃഷ്ണൻ ആവള. അപ്പോൾ വലിയ മനുഷ്യരാണ് ആവളയുടെ, അല്ലെങ്കിൽ വലിയ മനുഷ്യരാകുമ്പോഴാണ് ആവളുടെ പേരിൽ രേഖപ്പെടുക. അപ്പം ഇങ്ങനെയുള്ള ഒരു ആവളക്കാരൻ എപ്പോഴൊക്കെയോ ഉറച്ചു പോയതിൻ്റെ തുടർച്ചയാണ് ആവള. അതെപ്പോഴും എൻ്റെ ഒരു സ്നേഹ തണലാണ് ആ നാട്. അവളയിൽ നിന്ന് സിനിമയിലേക്ക് വരുന്ന ഒരാൾ ദ ലാസ്റ്റ് പേജ് എന്ന ഒരു ഡോക്യുമെൻ്ററി, നേരത്തെ ചോലനായ്ക്കരെ കുറിച്ച് പറയുമ്പോൾ ഏഷ്യയിലെ ഇപ്പോൾ ഗുഹകളിൽ ജീവിക്കുന്ന ആദിവാസികളാണ്. അവരുടെ എണ്ണത്തിൽ പോലും നമ്മുടെ സെൻസസ് പ്രകാരം 200 മറ്റോ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ആദിവാസികളെ ഒരു ഫിക്ഷനിലേക്ക് ഉണ്ണി വരുന്നത് ഉടലാഴത്തിലൂടെയാണ്. അതും ഒരു ആദിവാസിയെ കേന്ദ്ര പ്രമേയമാക്കി കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ ഒരു ട്രാൻസ് വിഷയം കൊണ്ടുവരുന്നു. ഉടലിൻ്റെ ആഘോഷമാണ് മലയാളത്തിൻ്റെ മുഖ്യധാര സിനിമയെങ്കിലും ഉടലാഴം അത് കുറച്ചുകൂടി നമ്മൾ ക്ലോസപ്പിലേക്ക് കാണുമ്പോൾ മറ്റൊരു ജീവിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ മലയാള സിനിമയുടെ മുഖ്യധാര ക്ലീഷേകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉള്ളടക്കവുമായിട്ടാണ് ഉണ്ണി വരുന്നത്. ആ ഉടലാഴത്തിൽ നിന്ന് നമുക്ക് അതിലേക്ക് വരാം. ആദ്യം ഉടലാഴം ഉണ്ടായതിനെക്കുറിച്ചും, അല്ലെങ്കിൽ ആ ആലോചന ആദ്യം തന്നെ ആവളയിലും ചുറ്റിലുമുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടായിട്ടും ആ ജീവിതം അടുത്തുണ്ടായിട്ടും ആദ്യ ആലോചന ഒരു ഫിക്ഷനിലേക്ക് എത്തുമ്പോൾ ഒരു ആദിവാസി ജീവിതത്തിനകത്തേക്ക് ക്യാമറ വെക്കാനുള്ള പ്രേരണ, അതിനെക്കുറിച്ച് പറയാം. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ നാട് നിലമ്പൂരാണ്. അപ്പോൾ അവിടെ പോയി വരുന്നതിനിടയിൽ പലപ്പോഴും അവിടുത്തെ ഗോത്ര വിഭാഗങ്ങൾ അവരുടെ ജീവിതം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തട്ടാറുണ്ട്. മാത്രമല്ല അവിടുത്തെ പത്രത്തിൻ്റെ പ്രാദേശിക പേജുകളിലുള്ള എല്ലാ വാർത്തയും ഈ ഗോത്രവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അധികവും വരിക. അപ്പോൾ ഇതിനകത്തുണ്ടാവുന്ന ഈ വാർത്തയുടെ വ്യത്യസ്തത, അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തത, അതൊക്കെ ഒരു തരത്തിൽ നമ്മളെ ഇങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ കുട്ടിക്കാലത്ത് നമ്മൾ നടത്തിയ യാത്രകൾ, ഇപ്പോൾ ആവള UP സ്കൂളിൽ നിന്ന് തന്നെ ആദ്യമായി കാട് കാണിക്കാൻ കൊണ്ടുപോയി പപ്പമാഷ. അപ്പോൾ അങ്ങനെയുള്ള ചില യാത്രകളിൽ എവിടെയോ അന്ന് ഞാൻ ആവള UP സ്കൂളിൽ നിന്ന് സയൻസ് ക്ലബിൻ്റെ കെയർ ഓഫിൽ കാട് കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കാട് വളരുന്നുണ്ടായിരുന്നു. ആ വളർന്ന കാട്ടിലെ കഥാപാത്രങ്ങളാണ് ഇപ്പോൾ കാണുന്ന എല്ലാ സിനിമയിലും. അപ്പോൾ ഉടലാഴത്തിലേക്ക് എത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിലമ്പൂരിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ രാജു എന്ന് പറയുന്ന ഒരു ട്രൈബൽ ട്രാൻസ്ജെൻഡറായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ശരിക്കും ഉടലാഴത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് മാധ്യമ ആഴ്ചപ്പതിപ്പ് വന്നപ്പോൾ DC ബുക്സ് അത് പുസ്തകമാക്കി. വിപരീതം, ഒരു ഗർഭപാത്രമുള്ള ഒരു പുരുഷൻ്റെ സാഹസിക ജീവിതം, അതിൽ നിന്നാണ് ഉടലാഴത്തിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ ആവിഷ്കരിക്കുക എന്ന് പറയുന്നത് ബോധപൂർവ്വം ആവിഷ്കരിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അതിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ആ സിനിമ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ആ ജീവിതത്തിലേക്ക് എത്തുമ്പോഴാണ്, ജീവിതത്തിലേക്ക് തെന്നി വീഴുമ്പോഴാണ് ഇതിന് ഒരു സിനിമയാവുമ്പോൾ എങ്ങനെയാണ് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തുന്നു, ആളുകളോട് സംസാരിക്കാൻ കഴിയും ഈ സിനിമയ്ക്ക് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഉടലാഴം ഉണ്ടാവുന്നത്. രാജുവിൽ നിന്നാണ്. പിന്നീട് ലാസ്റ്റ് പേജ് 17 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ലാസ്റ്റ് പേജ് എന്ന ഡോക്യുമെൻ്ററി അന്ന് പൂർത്തിയാക്കിയതാണ്. പിന്നീട് അത് കുറച്ചുകൂടി ആ നോൺ ഫിക്ഷൻ എന്നതിനകത്ത് നല്ല ഒരു ഡോക്യുമെൻ്ററിക്കകത്ത് നിന്ന് ഒരു ഫിക്ഷനിലേക്ക് തന്തപ്പേര് എന്ന് പറയുന്ന ശീർഷകത്തിലൂടെ അല്ലെ സിനിമയിലൂടെ വരുമ്പോൾ ഒരു 6 വർഷം പൂർത്തീകരിച്ചു, അല്ലെങ്കിൽ 6 വർഷം എടുത്തു അത് പൂർത്തീകരിക്കാൻ. ആ തന്തപ്പേര് എന്ന് പറയുന്ന ആ സിനിമയിലേക്ക് എത്തുന്നതും അതിൻ്റെ ഒരു അനുഭവവും കൂടി പങ്കുവെക്കും. തന്തപ്പേര് എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു 6.5 വർഷമായി ഏകദേശം അതിൻ്റെ ഒരു പരിപാടികൾ തുടങ്ങിയിട്ട്. പക്ഷേ അത് ഷൂട്ട് അത്തരം ആലോചനകൾ തുടങ്ങിയിട്ട് 6.5 വർഷമായി. പക്ഷെ ഇത് 17 വർഷം മുമ്പ് ലാസ്റ്റ് പേജ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിൽ ഒരു പോർഷൻ ചോലനായ്ക്കരുടെ ജീവിതമായിരുന്നു. അപ്പോൾ അവിടുന്ന് തുടങ്ങിയ ഒരു അന്വേഷണത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ടോട്ടൽ റിസൾട്ടിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് 6 വർഷം മുമ്പ്. അപ്പോൾ 6 വർഷം മുമ്പ് അവരെ കാണുക, അവരിൽ ഒരാൾ, അതായത് ഇപ്പോൾ ഗവേഷക വിദ്യാർത്ഥിയായ വിനോദ് ചലൻ എന്ന് പറയുന്ന ആളാണ് സഹതിരക്കഥാകൃത്ത്. അപ്പോൾ വിനോദുമായിട്ടുള്ള ബന്ധം, ഉടലാഴമാണ് എനിക്ക് വിനോദിനെ തരുന്നത്. അപ്പോൾ വിനോദ് സിനിമ കണ്ടതിന് ശേഷം എൻ്റെ അടുത്ത് വരുന്നു. അങ്ങനെയാണ് തന്തപ്പേരിലേക്ക് എത്തുന്നത്. അപ്പോൾ തന്തപ്പേരിലേക്ക് എത്തുമ്പം അതിലെ ഭാഷ ചോലനായ്ക്കരുടെ ഭാഷയാവണമെന്ന് പറയാൻ 2-3 കാരണങ്ങളുണ്ട്. പക്ഷെ അവരുടെ ജീവിത പരിസരത്ത് വെച്ച് സിനിമ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റില്ല. കാരണം നമ്മളെയൊക്കെ ഒരു പ്രൊഡക്ഷനെ വെച്ച് നോക്കുമ്പോൾ കരിമ്പുഴ എന്ന് പറയുന്ന ഒരു സാങ്ച്വറിക്കുള്ളിലാണ്. അത്രയും 10-40 കിലോമീറ്റർ ഇതൊക്കെ ഏറ്റി അവിടെ എത്തി ഇവരുടെ ഭാഷയിൽ സിംഗ് സൗണ്ടിൽ ഇത് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിരുന്നു. പക്ഷേ എത്ര റിസ്ക് ആയാലും ആ റിസ്ക് എടുക്കുമ്പോഴാണല്ലോ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ആ സിനിമ സംഭവിക്കുന്നത്. പക്ഷേ അതിൽ ആദ്യത്തെ വർഷം ഇതൊരു ഡോക്യുമെൻ്ററി എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കാരണം അഭിനേതാക്കൾക്ക് പലപ്പോഴും ക്യാമറ ഭയങ്കര വിമുഖതയുണ്ട്, താല്പര്യമില്ല. കാരണം നിങ്ങൾ സിനിമ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ല, ഞങ്ങളെ സംബന്ധിച്ചതൊരു വിഷയമേ അല്ല, ഞങ്ങൾക്ക് ക്യാമറ സിനിമ വേണ്ട എന്ന് പറയുന്ന ആളുകളായിരുന്നു.
പക്ഷെ അത് കഴിഞ്ഞ് അതിൽ മണി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് പിന്നീട് ഇങ്ങോട്ട് എപ്പോഴും സിനിമ നമുക്കും കൂടെ വേണ്ടതാണ് എന്നുള്ള രീതിയിൽ അവർ നമ്മളടുത്തേക്ക് വരികയും അതൊരു ഒരു ഗ്രൂപ്പിൻ്റെ ശ്രമമായി മാറുകയും ചെയ്തു. ആ മണിയാണ് പിന്നീട് ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഘട്ടം കൂടെ കഴിഞ്ഞ് ഒരു 3 വർഷമൊക്കെ കഴിയുമ്പോൾ ആ സിനിമ എല്ലാവരുടേതായി മാറുകയും ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ സ്റ്റാർട്ട് ആക്ഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് തന്നെ അവർ അഭിനയിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. കാരണം അവർ ഓൾറെഡി അതിന് പ്രാക്ടീസ്ഡ് ആയിരുന്നു. അങ്ങനെയാണ് ആ സിനിമ സംഭവിക്കുന്നത്. ശരിക്കും നിലമ്പൂരിലെ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം, അതിന് ചുറ്റുവട്ടത്തെ കാടുകൾ, ഇത് തന്നെയാണ് നമ്മൾ ലൊക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഈ സിനിമ നമ്മളിപ്പോൾ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാംസ്കാരിക മൂലധനമാണ്. അല്ലെങ്കിൽ ഈ IFFKയിൽ ഈ സിനിമയ്ക്ക് പണം മുടക്കുന്ന ഒരാളുണ്ട്, ഉടലാഴത്തിന് പണം മുടക്കുന്ന ഒരാളുണ്ട്. തീർച്ചയായും ഇങ്ങനെ പണം മുടക്കാൻ സാമ്പത്തികമായിട്ട് മുടക്കുന്ന ആൾക്ക് തിരിച്ചതിൻ്റെ ഒരു റവന്യൂ ഇതുപോലത്തെ സമാന്തര സിനിമകൾ അല്ലെങ്കിൽ സ്വതന്ത്ര സിനിമകൾ സാധ്യമാക്കുന്ന ആളുകൾ, ഒരുപക്ഷെ ഉണ്ണിക്ക് ശേഷവും വരാനിരിക്കുന്ന ആളുകൾ, ഇതിൻ്റെ ഒരു റവന്യൂ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക മൂലധനം എന്നതിനപ്പുറത്തേക്ക് ഇത്തരം സിനിമകൾ ഇനിയും സാധ്യമാക്കാൻ തരത്തിൽ ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിർമ്മാണത്തെ സാധ്യമാക്കുന്ന വഴി എങ്ങനെയാണ്, അതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയാണ്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. കാരണം ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് പോകുമ്പോൾ അപ്പോഴാണ് ഞാൻ ഓർക്കുമ്പോൾ പോലും വേർക്കുന്നു എന്ന് നമ്മൾ പറയില്ലേ. ഇപ്പം ഈ സിനിമയുടെ ആർട്ട് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചത് നമ്മളെ വടകരക്കാരിയായ അമ്പിളി ചേച്ചിയാണ്. അപ്പോൾ അമ്പിളി മൈഥിലി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടീമുണ്ട് നമ്മളുടെ കൂടെ എപ്പോഴും. അത് പണത്തിനും സിനിമയുടെ പ്രശസ്തിക്കും ഒക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ്, ഇങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടാവുന്നതിന് എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അപ്പം ഈ സിനിമ ആദ്യത്തെ IFFK മുംബൈ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലാണ് മാമിയിലാണ് വേൾഡ് പ്രീമിയർ നടന്നത്, ഉടലാഴത്തിൻ്റെ. അവിടെ വെച്ച് എനിക്കൊരു ടോക്കൺ അഡ്വാൻസ്, അല്ലെങ്കിൽ നീ ഈ സിനിമ ചെയ്യൂ, അടുത്ത സിനിമ ഏതായാലും കുഴപ്പമില്ല, അവർ ഇത്ര ബഡ്ജറ്റ് പറഞ്ഞിട്ട് ഇത്ര CR-ൻ്റെ പടം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ആവേശത്തിലാണ് ശരിക്കും തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് അത് ഹിന്ദിയിലേക്ക് വേണം, ഹിന്ദി ഭാഷയിലേക്ക് ഈ സിനിമ മാറണമെന്ന് വരുന്നൊരു ഘട്ടത്തിൽ ഞാനത് വേണ്ട എന്ന് വെക്കുകയാണ്. കാരണം ചോലനായിക്കൻ്റെ ചോലനായിക്ക ഭാഷ കൂടെ ആർക്കൈവ് ചെയ്യുക എന്നുള്ളത് ഈ സിനിമയുടെ ഒരു ലക്ഷ്യം കൂടിയാണ്. അപ്പം അത് അവർ പിന്മാറുന്നതോടുകൂടി, അല്ലെങ്കിൽ സൗഹൃദപരമായിട്ട് നമ്മൾ പിന്മാറുന്നത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത് ഈ 6 വർഷവും ഞാൻ തന്നെയാണ് ഇതിൻ്റെ മുഴുവൻ പ്രൊഡക്ഷൻ കൺട്രോളുടെ ജോലിയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ്ഡ് ബൈ ഉണ്ണികൃഷ്ണൻ ആവളാന്ന് എഴുതി കാണിക്കില്ല. കാരണം അത് ഒരു ഘട്ടം കഴിയുമ്പം സിനിമ വർക്കൗട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇതിലെ VFX ചെയ്ത ടീമിൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ ഈ സിനിമ കാണാൻ വരികയും അവരുടെ കെയർ ഓഫിൽ ഭാനു ബ്ലഷ് എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരു സുഹൃത്ത് സിനിമയെ ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഭാനുത്ത സിനിമ കാണാൻ വരുന്നു. ഭാനുത്ത സിനിമ കണ്ടതിന് ശേഷം എന്നോട് ചോദിക്കുകയാണ്, ഈ സിനിമ എത്ര രൂപയ്ക്കാണ് നീ പ്രതീക്ഷിക്കുന്നത്, ഉണ്ണിക്ക് എത്രയാണ് വേണ്ടത് എന്ന്. അങ്ങനെയുള്ള പറച്ചിലിൽ ആ സിനിമയോടുള്ള ഇഷ്ടത്തോട് നമ്മൾ അതിനോട് കാണിച്ച ആത്മാർത്ഥതയോടുകൂടിയാവാം അവരാ സിനിമ സ്വീകരിക്കുകയാണ്. അവരാ സിനിമ സ്വീകരിക്കുമ്പം ഞാൻ സീറോ എന്ന് പറഞ്ഞാൽ ഈ സിനിമ കൊണ്ട് എന്താവുമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് ഒരു ഫെസ്റ്റിവലിലേക്കും സെലക്ട് ചെയ്തിട്ടില്ല, 1 രൂപയുടെ പോലും വിപണി മൂല്യമില്ല, ഒന്നുമില്ലാത്ത ഉടലാഴത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു സിനിമ മാത്രമാണത്. പക്ഷെ അത് കഴിഞ്ഞ് അവരെൻ്റെ ഒപ്പം വരുന്നു, ഞങ്ങൾ സിനിമയായിട്ട് മുന്നോട്ട് പോകുന്നു. IFFK എന്ന് വിളി വരുന്നു, ഇത് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിലേക്ക് സിനിമ കയറുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഭാനുത്തെ വിളിച്ചിട്ട് പറഞ്ഞു, സിനിമ ഇനി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടില്ല, സിനിമ വർക്കൗട്ടാവുമെന്ന്. ഇപ്പോൾ ഭാനുത്ത ഭയങ്കര ഹാപ്പിയാണ്. കാരണം സിനിമ ഒരുപാട് വർക്കൗട്ടായത്, സാമ്പത്തികമായാലും ശരി, മറ്റേത് രീതിയിലും. ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഒപ്പം നിൽക്കാൻ ആളുകളുണ്ട്, അത് സാമ്പത്തികമായാലും ഏത് രീതിയിൽ. പക്ഷേ അവിടെ എത്തുന്ന ഒരു സമയം, ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ തന്തപ്പേര് കാണിച്ചിട്ടില്ല എങ്കിൽ, അതിലേക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ ഇപ്പോഴും ഇതേ ടെൻഷനാണ്. ഞാൻ ഇവിടെയല്ല ഇരിക്കുക, ഞാൻ ഉരുകുന്നുണ്ടാവും ഇരുന്നിട്ട്. അടുത്ത സിനിമയെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല, ഒന്നിനെക്കുറിച്ചും ആലോചിക്കാൻ പറ്റില്ല. കാരണം അത്രയും കോടി രൂപയുടെ അടുത്ത് ഞാനിങ്ങനെ സ്വയം വഹിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഞാനിപ്പോഴും വിചാരിക്കുന്നു, നമ്മുടെ പണി വൃത്തിക്ക് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ചെയ്യുക, റിസൾട്ട് വന്നോളും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സിനിമ ഇവിടെയുള്ള ഒരുപക്ഷെ പലരും കണ്ടിട്ടുണ്ടാകും. ഈ സിനിമയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ചോലനായിക്ക വിഭാഗത്തിലെ മനുഷ്യരെ അടിയന്തരാവസ്ഥ കാലത്ത് വന്ധ്യംകരണത്തിന് വിധേയമാക്കുകയും, ഒരു തെറ്റായ കാര്യം പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും വന്ധ്യംകരണത്തിന് വിധേയമാക്കുകയും പിന്നീട് ആ തലമുറയുടെ ഭാവിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു കണ്ടന്റും, ഒപ്പം അതിനകത്തെ പ്രണയവും അല്ലെങ്കിൽ തൻ്റെ അസ്തിത്വ പ്രശ്നങ്ങളും ഒക്കെയുള്ള ഒരു ആദിവാസി ജീവിതത്തെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ
ഒരു അധികാര പ്രയോഗം, അടിയന്തരാവസ്ഥ പോലത്തെ ഒരു അധികാര പ്രയോഗത്തിൻ്റെ മുഖ്യധാര വേർഷനുകളാണ് പലപ്പോഴും പുസ്തകങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഒരു നിലമ്പൂർ കാട്ടിനകത്തെ ചോലനായ്ക്കരുടെ അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് എങ്ങനെയാണ് ഒരു അടിയന്തരാവസ്ഥ പ്രയോഗം എത്തിപ്പെട്ടത് എന്ന ഒരു അന്വേഷണം കൂടിയായിരുന്നു. ഈ അന്വേഷണത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ കണ്ടന്റ് ഒക്കെ ഒന്ന് സംസാരിക്കും. ലാസ്റ്റ് പേജ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കൊല്ലൻ എന്ന് പറയുന്ന ഒരു അർണാട വിഭാഗത്തിൽപ്പെട്ട ഒരു വളരെ വൃദ്ധനായ ഒരു മനുഷ്യനെ ഞാൻ കാണുകയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നു, എനിക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, ഇപ്പോൾ അതിലൊരു കുട്ടിയേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ഒരു കുട്ടിയോ? അതെന്താ? അപ്പോൾ അർണാടർ എന്ന് പറയുന്നത് കേരളത്തിൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ വംശഹത്യക്ക് അല്ലെങ്കിൽ ആ ഗോത്രം തന്നെ ഒരു 80-നടുത്ത ആളുകളെ ഇപ്പോൾ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അതിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, എനിക്ക് ഒരു കുട്ടിയേ ഉള്ളൂ, വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, അത് മരിച്ചു പോയതാണ്. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ എന്താ കുട്ടികളെ? അപ്പോഴാണ് അദ്ദേഹം ഈ കഥ പറയുന്നത്. അതായത് എന്നെ ഇങ്ങനെ കൊണ്ടുപോയി, ഇവിടെയുള്ള ഇന്ന ആളാണ് കൊണ്ടുപോയത്, അപ്പം ഇന്ന ആൾ കൊണ്ടുപോയപ്പോൾ എന്നോട് പറഞ്ഞത് ഇന്നേ കാര്യമാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ബക്കറ്റ് പിന്നെ കുറച്ച് പൈസ കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങ് നടന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പക്ഷെ ശരിക്കും പറ്റിക്കലായിരുന്നു. ഇപ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന്. ഇത് കഴിഞ്ഞ് ഇദ്ദേഹം കുറച്ച് കാലം കഴിഞ്ഞ് മരിച്ചുപോയി. ഇത് ഡോക്യുമെൻ്ററിയിലുണ്ട്, ഡോക്യുമെൻ്ററിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വയനാട്ടിലെ കാട്ടുനായ്ക്ക വിഭാഗത്തിൽ നിന്ന് ഒരു വാർത്ത വരുന്നത്. എനിക്കൊന്ന് മലയാള മനോരമയിലെന്ന് തോന്നുന്നു വാർത്ത വരുന്നത്. ഇങ്ങനെ ചെയ്ത ആളുകളെ കുറിച്ചുള്ള കുറച്ച് സീരീസ് വരുന്നു. അങ്ങനെ അതന്ന് ചാനൽ ചർച്ച വരുന്നു, 2-3 വിഭാഗങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഗവേഷണം മാറുകയും എങ്ങനെയാണ് ഇവരിതിലേക്ക് എത്തിപ്പെട്ടത്. ഇന്നും വയനാട്ടിലും നിലമ്പൂരിലൊക്കെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട് ഇങ്ങനെ ചെയ്യപ്പെട്ട. അപ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു കഥയുണ്ടാക്കുക എന്ന് പറയുന്നത് അത് എളുപ്പമാണ്. അവരുടെ ജീവിതമാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള ജീവിതങ്ങൾ മുന്നിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് അത്തരമൊരു സിനിമയിലേക്ക് എത്താൻ എളുപ്പമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമ സൗന്ദര്യശാസ്ത്രപരമായി ഒക്കെ വളരെ മികച്ചു നിൽക്കുന്ന, പലപ്പോഴും നമ്മൾ പാരലൽ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ബഡ്ജറ്റിൻ്റെ അഭാവം കാരണം അത്ര എന്താ പറയുക, നമുക്കതിൻ്റെ രാഷ്ട്രീയമൊക്കെ പരിഗണിക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യശാസ്ത്രപരമായ സാങ്കേതികപരമായ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കുറച്ചുകൂടി ശുഷ്കമായ ഒരു അനുഭവം ആ സിനിമ നൽകും. പക്ഷേ ഇത് കുറച്ചുകൂടി മികച്ച രീതിയിൽ മുഖ്യധാര സിനിമയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെയൊക്കെയാണ് ഇതിനിപ്പോൾ ക്യാമറാമാൻ മുഹമ്മദൊക്കെയാണ് നമ്മുടെ ആർട്ട് അമ്പിളിയെപ്പോലുള്ള ആളുകളും ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു പാരലൽ സിനിമയുടെയൊക്കെ ഭാഗമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളാകുമ്പോൾ തന്നെ ഒരുപക്ഷെ മറ്റ് മേഖലകൾ, ഇതിൻ്റെ സൗണ്ടായാലും ഇതിൻ്റെ എഡിറ്ററായാലും ഇതിൻ്റെ കളറിസ്റ്റ് ആയാലും ഒക്കെ ഒരു മുഖ്യധാര സിനിമയിൽ ഇപ്പോൾ സർവമായയിലെ കളറിസ്റ്റ് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങനെ ഇത് ഒരേ സമയം ഇതിന് രണ്ടിനെയും ചേർത്ത് വെച്ച് ആലോചിച്ചു? അതായത് ഒരു സ്വതന്ത്ര സിനിമ ചെയ്യുന്ന ഒരാൾ മുഖ്യധാരയുടെ വിഭവങ്ങൾ കൂടി എനിക്ക് ആവശ്യമുണ്ട് എന്ന് കരുതുന്ന ആലോചന. രസമുള്ള ചോദ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, 5000 രൂപ കൊണ്ട് ഓണാഘോഷം നടത്തി ശീലമുള്ള ആളാണ് ഞാൻ ആവളയിൽ കലാസമിതി പരിപാടികൾക്ക്. അപ്പോൾ ആ ഓണാഘോഷത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അന്ന് പൈസ 5000 രൂപയേ ഉള്ളൂ എന്ന് ആളുകൾക്ക് അറിയയില്ല. അന്ന് തുടങ്ങിയ പരിപാടിയാണ്. അന്ന് തുടങ്ങിയ ഡിസൈനിങ്ങും മനസ്സിലുള്ള കാര്യങ്ങളുമാണ് ഇന്നും സിനിമയിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളെ കൂട്ടുമ്പോൾ. പിന്നെ ഞാൻ എപ്പോഴും പറയും, എൻ്റെ ദൃശ്യമാണ് എൻ്റെ ക്യാമറാമാൻ എനിക്ക് പകർത്തി തരിക. കാരണം അയാൾ എന്നെ പോലെ തന്നെ സഹിക്കുന്നൊരു മനുഷ്യനായിരിക്കും. കാരണം അയാളുടെ ദൃശ്യം എടുക്കാൻ അയാൾക്ക് കഴിയില്ല. എൻ്റെ സിനിമയിൽ ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കില്ല. പക്ഷേ ഞാൻ കാണുന്ന ഒരു കാഴ്ചയെ അതേപടി പകർത്തി എനിക്ക് തരാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഊർജ്ജമുണ്ട്. അതാണ് മുഹമ്മദ് കെയിൽ നിന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാധനം. ഒരു ഷോട്ട് പോലും അങ്ങനെ എടുക്കണ്ട എന്ന് പറയില്ല. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണോ കാണുന്നത്, ആ കാണുന്നത് സ്വന്തം ക്യാമറയിലൂടെ പകർത്തി തരാനുള്ള അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും സർഗാത്മകതയുമാണ് ഇന്നിരിക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഞങ്ങളുടെ 2 സിനിമയിലെയും ക്യാമറമാൻ എന്ന രീതിയിൽ അയാൾ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ കാണുന്ന ഇപ്പം റസാഖ് ഒട്ടകിലാണ് കമൽജി സിനിമയുടെ മുഖ്യധാര സിനിമയുടെ ഒരു ഭാഗത്ത് നിന്ന് എൻ്റെ ഒരു ഗുരുവായിട്ട് വരുമ്പോൾ റസാഖ് ഒട്ടകിലാണ് എൻ്റെ സിനിമയുടെ വിഷ്വലിൻ്റെ ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹമായിട്ട് മാധ്യമത്തിന് വേണ്ടി നടത്തിയ ദീർഘമായ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗുണ്ട്, ക്യാമറയല്ല, നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ക്യാമറ കിട്ടും, പക്ഷെ ക്യാമറയ്ക്ക് പുറകിലുള്ള ഒരു മനുഷ്യൻ്റെ വിഷ്വൽ സെൻസാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ കാഴ്ചയാണ് ക്യാമറയിലൂടെ പകർത്തുന്നതെന്ന്. അതുകൊണ്ടാണ്
നിങ്ങൾക്കതിൻ്റെ ദാരിദ്ര്യം ഫീൽ ചെയ്യാത്ത. ഞങ്ങളുടെ ഉള്ളിൽ ദാരിദ്ര്യമില്ല കാഴ്ചയിൽ ഒരിക്കലും. അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. പിന്നെ ഈ പറയുന്ന അമ്പിളി മൈഥിലി ആയാലും മുഹമ്മദ് കെ ആയാലും നേരത്തെ പറഞ്ഞ കളറിസ്റ്റ് ലിജു പ്രഭാകർ ആയാലും ഒക്കെ തന്നെ ഇവരൊക്കെ ഓൾറെഡി എൻ്റെ സിനിമയോടൊരു സ്നേഹമുള്ളത് കൊണ്ടും, അത് ഞാൻ എന്നുള്ള മനുഷ്യനല്ല, ഉടലാഴത്തിന് ശേഷം ചെയ്യുന്ന ഒരു സിനിമയോട് പ്രതീക്ഷയോടും കൂടിയാണ് വരുന്നത്. ഇനി അടുത്ത സിനിമ എന്ന് പറയുന്നത്, അടുത്ത സിനിമ ഷൂട്ട് ചെയ്യുന്ന കാശ്മീരിലാണ്, ബോളിവുഡ് ആക്ടേഴ്സാണ് വരുന്നത്. അപ്പം 3 ബോളിവുഡ് ആക്ടേഴ്സും കാശ്മീരും ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ മുന്നിൽ ടീമിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ തന്നെയായിരിക്കും. കാരണം നമ്മൾ അവരുമായിട്ട് ആദ്യം എഗ്രിമെന്റ് വെക്കുന്നത് എൻ്റെ ടീമാണ് വർക്ക് ചെയ്യുക. എൻ്റെ ടീം വരുമ്പോൾ നിങ്ങൾക്കത് കംഫർട്ട് ആകുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തേലോട്ടല്ല, അവിടെ അവർ നിങ്ങളുടെ എന്താണോ കംഫർട്ട് അതുപോലെ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയും സിനിമ എടുക്കാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടപ്പോൾ, പിന്നെ ഉണ്ണിയെ കണ്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഉണ്ണിക്ക് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ അവാർഡ് തരാൻ സാധ്യതയുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷം ആഘോഷിക്കുമ്പോൾ അവർക്ക് കിട്ടിയ ഒരു വലിയ വിഭവമാണ് ഈ സിനിമ. കാരണം IFFKയിൽ ഒരു 19ഓളം ലോക സിനിമകൾ, ഇന്ത്യൻ സിനിമ ഉൾപ്പെടെയുള്ള ലോക സിനിമകൾ സെൻസർ ചെയ്ത് അവിടത്തേക്ക് പ്രദർശിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന ഇവിടത്ത് നിന്ന് ഒരുപക്ഷെ നമ്മുടെ ഭരണകൂടം, ഇന്ത്യൻ ഭരണകൂടത്തിന് കാണാൻ, അല്ലെങ്കിൽ അവരേറ്റവും ആഹ്ലാദിപ്പിക്കാവുന്ന ഒരു ദൃശ്യത്തിൻ്റെ ആവർത്തനം ഈ സിനിമയിലുണ്ട്. വളരെ വിമർശനാത്മകമായിട്ടാണ് എൻ്റെ സമീപനം. അങ്ങനെ തന്നെയാണ് ഞാൻ അന്ന് ഉണ്ണിയോട് സംസാരിച്ചത്. ഇതിനകത്ത് സിനിമ തുടങ്ങുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഒരു ഫ്രെയിം വെച്ചുകൊണ്ട് ഈ വന്ധ്യകരണത്തിന് വിധേയമാക്കുന്ന ആ മുറിയിലെ ഫാനും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലെ ക്ലോസപ്പ് ദൃശ്യങ്ങൾ കാണിക്കുകയും പിന്നീട് അതേ ദൃശ്യം ഇത് ആവർത്തിക്കുകയുമാണ്. ഒരുപക്ഷെ ഈ ആവർത്തനം, അതായത് ഒരു ഒറ്റ ദൃശ്യത്തിൽ ഒരു മിന്നിമായുന്ന ഒരു ദൃശ്യം മതിയായിരുന്ന ഒരു സ്ഥലത്ത് മറ്റാരെയോ ആഹ്ലാദിപ്പിക്കാൻ, അടിയന്തരാവസ്ഥയുടെ ക്രൂരത അല്ലെങ്കിൽ അത് കാണിക്കാൻ ഈ ക്ലോസപ്പ് റിപ്പീറ്റ് ചെയ്തത് ഒക്കെ ഒരു രാഷ്ട്രീയമായി വേറൊരു നിലയിൽ, കലാകാരൻ എന്ന നിലയിൽ മറ്റേതോ ഒന്നിനോടുള്ള വിധേയത്വമാണ് എന്നൊരാൾ ചോദിച്ചാൽ? ചോദ്യം നല്ലതാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ, അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ IFFI ഗോവയിൽ എൻ്റെ സിനിമയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ സിനിമയാവുക. ആ സിനിമയ്ക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നില്ല. ആ ജോബിഷിന് അറിയുമെന്ന് എനിക്കറിയില്ല. അതായത് IFFIയുടെ ഗോവയിൽ മലയാളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത സിനിമകളിൽ ഒന്ന് തുടരും, ഒന്ന് ARR, അജയൻ്റെ 2-ാം മോഷണം, വേറെ ഏതൊരു സിനിമയായിരുന്നു. ആ അതിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട് സിനിമ. അപ്പോൾ സെലക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ നിങ്ങളെ സുഖിപ്പിക്കുമെങ്കിൽ എന്നെ അത് സുഖിപ്പിക്കില്ല. അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലെ, ഇന്ത്യയിലെ മനുഷ്യർ അനുഭവിച്ച ഓരോ വേദനയുടെയും ഓരോ അടിച്ചമർത്തലിൻ്റെയും മറുപടി പറയുക എന്നുള്ളത് ഈ കലാകാരൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയുടെ 3 ഷോട്ട് ഉപയോഗിച്ചപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഷൂട്ട് ചെയ്ത അറനാടൻ്റെയും കാട്ടുനായ്ക്കിൻ്റെയും കണ്ണീരും സങ്കടവുമാണ് ആ കാലത്ത് നഷ്ടപ്പെട്ടു പോയതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ മനസ്സിലാക്കലിൽ നിന്നാണ് ഇന്ദിരാഗാന്ധിയുടെ 3 മുഖമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് 6ഉം 7ഉം ഇന്ദിരാഗാന്ധിയെ വേഷമിടിച്ചു കൊണ്ടുവരായിരുന്നു. അടിയന്തരാവസ്ഥ നല്ലതാണ് എന്നാണോ ജോബിഷ് ഉദ്ദേശിക്കുന്നത്? എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അത്രയേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു ജനവിഭാഗത്തിനോട് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ എന്താണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ മറുപടിയായിട്ട് ഞാൻ അത്രയേ ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ സങ്കടം. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ചുകൂടെ രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ടായിരുന്നു. സ്വന്തം വൃഷ്ണത്തിൽ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ തൻ്റെ കുട്ടികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് മറന്നു പോകുന്നത്. ഇന്ദിരാഗാന്ധി ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. അക്കാലത്ത് ഉദ്യോഗസ്ഥരിൽ ഉണ്ടായ അതിതീവ്രമായ ഒരു ബോധമുണ്ട്, ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയും. ഇന്ദിരാഗാന്ധി അല്ല ഇത് ചെയ്തത്. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ ഇവിടെ പ്രഖ്യാപിച്ച സമയത്ത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരിലും ഫ്യൂഡൽ തെമ്മാടികളിലും ഉണ്ടായ അധികാരമുണ്ട് എന്ന ബോധത്തിൽ അവർ കൊണ്ടുപോയി ചെയ്തതാണ് ഇതൊക്കെ. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊരു ആവളക്കാരനാണ്? പിന്നെ ഞാൻ ഈ പണിയെടുക്കണോ? അതൊരിക്കലും BJP സർക്കാരിനെ സൂചിപ്പിക്കാനല്ല. അങ്ങനെ സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ IFFIയിൽ ഗോവയിൽ എൻ്റെ സിനിമയായിരുന്നു അവാർഡ് നേടുക. സെലക്ഷൻ പോലും തന്നിട്ടില്ല. അടിയന്തരാവസ്ഥ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ അങ്ങനെ പറയുകയുമില്ല. പിന്നെ മറ്റൊരു വിമർശനാത്മകമായ വിമർശനങ്ങളാണ് എല്ലാം ഒരു സംവാദ സ്ഥലത്ത് ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് ആണ് ഞാനിത് അടുത്ത 2ാമത്തെ പ്രധാനപ്പെട്ട വിമർശനം എനിക്ക് പറയാനുള്ളത്. തന്തപ്പേര് എന്ന ആ ശീർഷകം തന്നെ
ഒരുപക്ഷെ ഒരു നീലകണ്ഠൻ കോംപ്ലക്സ് ആണോ, അല്ലെങ്കിൽ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ അച്ഛനെ സംബന്ധിച്ചുള്ള അയാളുടെ അസ്തിത്വ പ്രശ്നം, അയാളുടെ സ്വത്വ പ്രശ്നം, അയാളുടെ പ്രണയത്തിനകത്ത് ഇതെല്ലാം ഒരു മുഖ്യധാര സിനിമയുടെ കണ്ടന്റായി തീരുകയും ഒരു ദേവാസുരത്തിലെ ഒരു നീലകണ്ഠൻ കോംപ്ലക്സിൻ്റെ മുഖ്യധാര പ്രമേയമായിട്ടാണ് ഒരു ആദിവാസി കണ്ടന്റിനെ സമീപിച്ചത് എന്ന ഒരു വിമർശനം കൂടി ആ സിനിമയിലെ ശീർഷകം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ പ്രമേയം ഉണ്ടാക്കുന്നുണ്ട് എന്നുകൂടിയുണ്ട്. രണ്ട് തരത്തിൽ മറുപടി പറയാം. ഒന്നാമത്തെ മറുപടി, ഞാൻ മുഖ്യധാര സിനിമയാണ് ചെയ്തത്. നിങ്ങളോട് ആരാ ഞാൻ സമാന്തര സിനിമയാണ് ചെയ്തതെന്ന് പറഞ്ഞത്? ഞാൻ വിശ്വസിക്കുന്ന മുഖ്യധാര ഇതാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ മറുപടി എന്ന് പറയുന്നത്, എൻ്റെ സമാന്തര സിനിമയല്ല ഇത്, എൻ്റെ മുഖ്യധാര സിനിമയാണ്. നിങ്ങൾ അതിനെ സമാന്തര സിനിമ എന്ന് വിളിക്കുന്നത് എനിക്കൊന്നും ചെയ്യാനാവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അച്ഛൻ എന്ന് പറയുന്ന സങ്കല്പം ആദ്യം എപ്പോഴും എനിക്കൊരു തമാശയായിട്ട് തോന്നുന്നൊരു കാര്യമുണ്ട്. നമ്മൾ വിമർശന വിധേയമാക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ദളിത് വിഷയത്തിലായിക്കോട്ടെ, മുസ്ലിം വിഷയത്തിലായിക്കോട്ടെ, അങ്ങനെ വിമർശിക്കരുത് എന്ന് പറയുന്ന എന്തർത്ഥത്തിലാണ്? അവരുൾപ്പെടെയുള്ള അതായത് വിനോദ് ചെല്ലൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇരുന്നിട്ടാണ് ഇതിൻ്റെ തിരക്കഥ ചെയ്യുന്നത്. ഞാൻ ഏതോ ഒന്നിൽ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അതെങ്ങനെ സെൻസർ നടക്കുക? ഈ സിനിമയിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വരി ഈ സിനിമയിൽ ഇല്ല. അദ്ദേഹത്തിൻ്റെതാണ്, അദ്ദേഹത്തിൻ്റെ ഗോത്രം ഉൾപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ കഥയല്ല ഇത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരത്ത് വെച്ച് മറ്റു ഗോത്ര വിഭാഗങ്ങൾ നടന്നൊരു കഥയാണിത്. അപ്പം ഇതിനകത്ത് ഒരിക്കൽ പോലും അച്ഛൻ എന്ന് പറയുന്ന ഒരു ഈഗോ എല്ലാ വിഭാഗത്തിലുമുണ്ട്. മുഖ്യധാരയിൽ മാത്രം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മുഖ്യധാരയിൽ മാത്രമല്ല, ഗോത്ര വിഭാഗത്തിലുണ്ട്. മാത്രവുമല്ല, ഒരു 10-15 ഇതേപോലെയുള്ള അച്ഛൻ ആരാണ് എന്ന് തിരിച്ചറിയുകയും വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് എൻ്റെ അച്ഛൻ അതല്ല എന്ന് തിരിച്ചു പറയുകയും ചെയ്യുന്ന ആദിവാസി ചെറുപ്പക്കാരെ എനിക്ക് പരിചയമുണ്ട്. എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. അവരുടെ ജീവിതമാണ് തന്തപ്പേര്. അപ്പോൾ ആ തന്തപ്പേര് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ പുറത്തുനിന്ന് പറയുമ്പം അത് എന്ത് റൈറ്റാണുള്ളത്? റൈറ്റല്ല, അതല്ല. ഈ ഒരു ആധുനിക സമൂഹത്തിൻ്റെ ഐഡന്റിറ്റി ക്രൈസിസ് അവരിൽ, ആദിവാസികളിൽ എത്രമാത്രം ഉണ്ട് എന്നറിയാൻ വേണ്ടി ചോദിച്ചു എന്ന്. എൻ്റെ സത്യസന്ധത കൊണ്ടാണ് ഞാൻ ആ സിനിമ ഫിക്ഷൻ ആണ് എന്ന് പറയുന്നത്. ദയവായി നിങ്ങളത് കേൾക്കണം. എൻ്റെ സിനിമയോടുള്ള എൻ്റെ സത്യത കൊണ്ടും എൻ്റെ ഗോത്ര വിഭാഗത്തിലെ സുഹൃത്തുക്കളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഫിക്ഷനാണ് എന്ന് പറയുന്നത്. അത് ഫിക്ഷൻ ആണോ അല്ലയോ എന്ന് നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കളവ് പറയായിരുന്നു എന്ന്. എന്താണ് സിനിമയുടെ സത്യസന്ധത നിങ്ങൾക്ക് മനസ്സിലാവും. വിനോദ് എന്ന് പറയുന്ന ഒരു ആദിവാസി അല്ലെ ചോലനായക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് തിരക്കഥ എഴുതിയത് അല്ലെങ്കിൽ സഹതിരക്കഥാകൃത്ത് എന്നതുകൊണ്ട് അതൊരു ആദിവാസി വിരുദ്ധ സിനിമ ആണ് എന്നൊരാൾക്ക് വിമർശനം ഉന്നയിക്കാതിരിക്കാനുള്ള സാധ്യതയില്ല. ഒരു സ്ത്രീയാണ് എഴുതുന്നത് എന്നതുകൊണ്ട് അവരുപയോഗിക്കുന്നത് അല്ലേ ഭാഷക്കകത്തുള്ള പുരുഷാധികാരമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതതിൻ്റെ വൈരുദ്ധ്യം മാത്രമാണ്. എൻ്റെ ചോദ്യം, അതായത് ഇത്തരം വിമർശനങ്ങൾ അതിനകത്ത് അടുത്ത ഒരു വിമർശനമായിട്ട് ഉന്നയിക്കപ്പെടാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത്, അതിനകത്ത് പുറത്തു നിന്നുള്ള ഒരാളുടെ അല്ലെങ്കിൽ ആ ചോലനായിക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ പുറത്തേക്ക് കൊണ്ടുവരികയും കോഴിക്കോട് കടപ്പുറം കാണിക്കുകയും അളകാപുരി ബാറിൽ കയറ്റുകയും അങ്ങനെ എല്ലാം അവരുടെ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ഒരു ഡ്രൈവറുണ്ട്. ആ ഡ്രൈവർ ഒരു മുസ്ലിം പ്രതിനിധാനമാണ് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതും ഒരുപക്ഷെ അതായത് ഇവരെ ഈ ആദിവാസികളെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ ആ ചതുപ്പ് നിലത്ത് എന്താ പറയുക കൊണ്ടുവരുന്ന പല പ്രശ്നങ്ങളിലേക്കും അവരെ എത്തിക്കുന്നതും അവരുടെ ഇടയിൽ തന്നെ ചില പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുകയൊക്കെ ചെയ്യുന്ന ഒരു കഥാപാത്ര നിർമ്മിതിയുടെ അബോധത്തിൽ നമ്മുടെ സിനിമയുടെയും സാഹിത്യത്തിൻ്റെയും ഈ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനങ്ങളുടെ ചരിത്രത്തിൻ്റെ തുടർച്ച പ്രവർത്തിച്ചിട്ടുണ്ടാകുമോ എന്നൊരു സംശയം. തീർച്ചയായിട്ടും. അദ്ദേഹം ഒരു മുസ്ലിം ക്യാരക്ടറാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ആ സിനിമയിൽ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ സിനിമയിൽ അയാളുടെ ഒരു കമ്മ്യൂണിക്കേഷനും ഒക്കെ അങ്ങനെ പിൻപറ്റുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അതെങ്ങനെ പിൻപറ്റും? ഒരാളെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയാം അയാളൊരു മുസ്ലിം ആണെന്ന് നിങ്ങൾ പറയുന്നത് എന്താണ് തെളിവ്? അതായത് നമ്മളൊരു കലക്കകത്ത് ഒരു ചിഹ്നം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ രൂപം കൊണ്ട് തന്നെ അല്ലെങ്കിൽ അയാളെ എങ്ങനെയാണോ നിങ്ങൾ ദൃശ്യതയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്ത് നിന്ന് നമുക്ക് പല നിലയിൽ, അതായത് ഒരാൾ ജാതി നേരിട്ട് സംസാരിക്കാതെ തന്നെ നമുക്ക് ആ ജാതി ശരീരത്തെയോ മതശരീരത്തെയോ വെളിവാകുന്ന തരത്തിലുള്ള ദൃശ്യതയാണെങ്കിൽ നിങ്ങൾക്കത് മറ്റൊരു രീതിയിൽ പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ ഡ്രൈവറുടെ കഥാപാത്രം കണ്ടിട്ട് അദ്ദേഹം ഒരു മുസ്ലിം ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മുസ്ലിം ഐഡന്റിറ്റികളുടെ രൂപരേഖകളൊന്ന് പറയൂ.
എന്നിട്ട് ഞാൻ പറയാം. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എൻ്റെ ഒരു ആ സിനിമയുടെ സൂക്ഷ്മ വിമർശനം ഉണ്ടായി തീരാം എന്ന് പറഞ്ഞത്, അതായത് എൻ്റെ ഒരു ഓർമ്മയുടെ കാര്യവും കൂടി ഞാൻ പങ്കുവെച്ചിട്ടുണ്ട്. അതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തുടങ്ങിയത്. എനിക്കത് ഫീൽ ചെയ്തത് അങ്ങനെയാണെന്നാണ് എനിക്ക് ആ സമയത്ത്. നിങ്ങൾ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ആ സിനിമയെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അധികാരം, ഞാൻ അത് വിടുകയാണ്. ഞാൻ അങ്ങനെയല്ല സിനിമയെ കണ്ടത്. അധികാരം ഏത് മനുഷ്യൻ്റെ കയ്യിലുണ്ടോ, അത് സ്ത്രീയുടെ കയ്യിലായിക്കോട്ടെ, പുരുഷൻ്റെ കയ്യിലായിക്കോട്ടെ, ദളിതൻ്റെ കയ്യിലായിക്കോട്ടെ, ആരുടെ കയ്യിലായിക്കോട്ടെ അധികാരം, അത് ഉപയോഗിക്കാൻ അയാൾക്ക് അറിയില്ല എങ്കിൽ അവിടെയൊക്കെ അധികാരം ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ട്. ചോലനായിക വിഭാഗത്തിൽ ഒരു ഡ്രൈവറാണ് അവരെ വഴിതെറ്റിക്കുന്നത്, അല്ലെങ്കിൽ ഡ്രൈവർമാരാണ് അവരെ വഴിതെറ്റിക്കുന്നതെന്ന് ഞാൻ പറയുമ്പോൾ, നിങ്ങൾ പ്രകോപനപരമായ രീതിയിൽ അല്ലെങ്കിൽ ആ സിനിമയെ ഞാൻ വഴിതെറ്റിക്കുക അല്ലെങ്കിൽ അതിനകത്ത് മുസ്ലിം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ട്. വളരെ ബോധപൂർവമായിട്ടാണ് ഞാനതിൽ, എനിക്ക് കൃത്യമായിട്ട് പറയാം, ഞാനതിൽ ഇക്ക എന്ന് തന്നെയാണ് വിളിച്ചത്. ആ സിനിമയിൽ ആ കഥാപാത്രം, ഡ്രൈവർ കഥാപാത്രത്തെ ഇക്ക എന്ന് തന്നെയാണ് ചോലനായിക്കർ വിളിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക തരം ആസ്വാദന സ്വഭാവം വരുന്നുണ്ട്. അതായത് ആസ്വാദകൻ സിനിമയുടെ ഏറ്റവും വലിയ ഒരിടത്തേക്ക് കയറി നിൽക്കുകയും ആസ്വാദന ബോധത്തിൻ്റെ എങ്ങനെയാണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കുകയുമില്ല. ചോലനായിക സമൂഹത്തിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ഇക്ക എന്ന് പറയുന്നത് അപകടമല്ലേ എന്ന്. അപ്പം സത്യത്തിൽ ചോലനായിക്കർ അവരുടെ കാട്ടിന് പുറത്തുള്ള എല്ലാ മനുഷ്യരെയും അഭിസംബോധന ചെയ്യുന്നത് ഇക്ക എന്നാണ്. അത് ഉണ്ണേട്ടൻ എന്ന് കുറേ കാലങ്ങൾ കൊണ്ടാണ് അവരെന്നെ ഉണ്ണേട്ടൻ, എന്നെ ഇക്ക എന്നാണ് വിളിക്കുക തുടങ്ങി. ഇക്ക എന്ന് പറഞ്ഞാൽ 1970കളിലാണ് ചോലനായിക വിഭാഗം അവിടെ ഉണ്ട് എന്ന് നമ്മളുടെ പുറത്തുള്ള മനുഷ്യർ സ്ഥിരീകരിക്കുന്നത്. അപ്പം അന്ന് തൊട്ട് അതിനു മുൻപ് അവർക്കിടയിൽ പ്രവർത്തിച്ച എല്ലാ മനുഷ്യരെയും അവർ വിളിക്കുന്നത് ഇക്ക എന്നാണ്. ചിലപ്പം ആദ്യം അവർക്കിടയിലേക്ക് പോയ ഒരാൾ ഏതെങ്കിലും ഒരു ഇക്കയായിരിക്കാം. പക്ഷെ അതിനുശേഷം പുറത്തു നിന്ന് വരുന്ന എല്ലാ മനുഷ്യരെയും അവർ വിളിക്കുന്നത് ഇക്ക എന്നാണ്. ഇപ്പം കുറച്ചു കാലമായിട്ടാണ് അവർ ഈ വിളിയൊക്കെ മാറ്റി സാധാരണ രീതിയിലേക്ക് വിളിക്കാൻ തുടങ്ങി. ഒന്ന് അതാണ് ഇക്ക എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പം ചോലനായിക്കരോട്, ഇതെന്നോടല്ല ചോദിക്കേണ്ടത്, ശരിക്കും ചോലനായിക്കരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്തുകൊണ്ടാണ് അവർ ഇക്ക എന്ന് വിളിക്കുന്നത് എന്നുള്ളത്. ഒന്നാമത്തേതാണ്. അപ്പം ഞാൻ മിനിമം നിങ്ങളോട് പറയുക, ഇത്തരം സിനിമകൾ കാണുമ്പോൾ ദയവായി ഇതിൽ അന്ന് ചോലനായിക്കർ അവിടെ വന്നു, ചോലനായിക്കർ അവരുടെ സുഹൃത്തുക്കൾ, ഇതൊക്കെ അവരോടുള്ള ചോദ്യമാണ്. ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം കുറച്ചും കൂടെ എനിക്ക് തെളിച്ചമുള്ളതോ അല്ലെങ്കിൽ എനിക്ക് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തുക വേണം. അല്ലാതെ കേവലം ഒരു ആസ്വാദന അപ്പുറത്തേക്ക് മംഗലശ്ശേരി നീലകണ്ഠന്റെ പേരിൽ ഒരു തന്തയുടെ പേരിലേക്ക് രേഖപ്പെടുത്തുകയോ, ഇത് ഈ പറയുന്ന എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഫിക്ഷനാണ് എന്ന് സംവിധായകൻ കളവ് പറയുകയാണ് എന്ന്, അതിനർത്ഥം അതിനകത്തുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. കുറച്ചും കൂടെ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ എന്ന്, ഞാൻ കുറച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളതാണ് അവിടെ കിടക്കുന്നതെന്ന്. അങ്ങനെ പറയുന്ന ഒരു ആസ്വാദകനെയും അങ്ങനെ പറയുന്ന ഒരു വിമർശകനെയും ഞാൻ കാത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ സിനിമയിൽ എന്താണ് കുഴപ്പമെന്ന് ഇതൊക്കെ മനസ്സിലാക്കി പറയുമ്പോൾ ഞാൻ ഉറപ്പാണ്, ഇപ്പോഴും ആ സിനിമയിൽ ഞാനൊരു 5-6 മിനിറ്റോളം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് ലെങ്ത് ഏരിയകൾ. തിരുത്താൻ നമ്മൾ തയ്യാറാണ്, തിരുത്തേണ്ടതുണ്ടെങ്കിൽ. തീർച്ചയായും, അതായത് ഇത്തരം വിമർശനങ്ങൾക്കൊക്കെ ഒരു മറുപടിക്കുള്ള ഒരു വേദിയും കൂടിയായിട്ട് ഞാനത് കണ്ടത് കൊണ്ടാണ് ഇത്തരം വിമർശനങ്ങളൊക്കെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള സംഭാഷണങ്ങളിലൊക്കെ ഉണ്ണിയുമായിട്ട് തന്നെ പങ്കുവെച്ചതാണ്. ഒപ്പം തന്നെ ഇതൊരു ഒരാളുടെ കുറ്റവിചാരണ ചെയ്യുന്നത് പോലെയുള്ള സംഭാഷണമായി പോകണ്ട എന്ന് ഉണ്ണിയും ഞാനും കുറച്ച് ജനാധിപത്യപരമായ സൗഹൃദമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ പിന്നീട് ആളുകൾ കാണുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടുകൂടി ഞാനത് പറയുന്നു. ഇതിനകത്ത് വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം, നിങ്ങൾ ക്യാമറ ഒരു തോക്കാണ്, അത് നിങ്ങളത് എടുത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എടുത്ത് ഉപയോഗിക്കുമെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഈ സിനിമ ഒരു ഗോത്രവിഭാഗത്തിലെ ആളുകൾക്ക്, അവരെ എപ്പോഴും സിനിമ പരിഹസിക്കുകയും അല്ലെങ്കിൽ ഒരു വേറൊരു മുഖ്യധാരയുടെ ആഹ്ലാദത്തിന് വിഭവമായി തീരുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് അവരെ ഒരു ക്യാമറയുടെ, സിനിമയുടെ അതിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ഒപ്പം അതിൻ്റെ സഹതിരക്കഥാകൃത്തുണ്ടായി തീരുകയും, അയാളൊരു PhD കാരനാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഉണ്ണി അന്ന് തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞു കേട്ടിരുന്നു, അവരിനി ഒരു സിനിമ എടുക്കാൻ വേണ്ടി പോകുന്നു എന്നുകൂടി. അതായത് ഒരു സിനിമ എന്ന മാധ്യമവുമായി ഒരു വനമേഖലയിൽ ആദിവാസികളുടെ വിഭാഗത്തിലേക്ക് പ്രവേശിക്കുകയും ഒപ്പം അവരെ ആ മാധ്യമം തങ്ങൾ എന്തിനെതിരെയാണോ സമരം ചെയ്യേണ്ട ഒരു കാര്യം കൂടി അവരുടെ കയ്യിൽ ആയുധമായിട്ട് അവർക്ക് കിട്ടാൻ പാകത്തിൽ ഉണ്ണിയവരെ അല്ലെങ്കിൽ ഉണ്ണി അവരും കൂടിയുള്ള ആ സഹവർത്തിത്തിനകത്ത് നിന്ന് പരിശീലിപ്പിക്കപ്പെട്ടു എന്നുകൂടി ഞാൻ കരുതുന്നുണ്ട്. എങ്ങനെയായിരുന്നു അവരുടെ ഈ നമ്മുടെ ആധുനിക വിനിമയങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ ഈ സാങ്കേതിക ഉപകരണങ്ങളുമായിട്ടുള്ള അവരുടെ വിനിമയങ്ങൾ, അവരുടെ കാഴ്ചകൾ ഒക്കെ ആ ഷൂട്ടിംഗ് അനുഭവങ്ങളിൽ എന്തെങ്കിലും വ്യത്യസ്തതകൾ നമുക്ക് ഓർക്കാൻ പാകത്തിൽ ഒന്ന് പങ്കുവെക്കാം?
സിനിമ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ അതൊരു സന്തോഷമായിട്ടാണ് തോന്നുന്നത്. കാരണം അന്ന് അത്ര ബുദ്ധിമുട്ടിയത് കൊണ്ടാണല്ലോ സിനിമ ഇന്നിങ്ങനെ ഉണ്ടായത് എന്നുള്ളതുകൊണ്ട്. പിന്നെ എൻ്റെ ക്രൂ അങ്ങേയറ്റം എനിക്ക് കടപ്പാടുള്ള ക്രൂവിനോടാണ്. ഇപ്പം അമ്പിളി മൈഥിലി ആയാലും മുഹമ്മദ് എ ആയാലും ജിനു ആയാലും ഹിഷാം ആയാലും അതിനകത്തുള്ള ഓരോ മനുഷ്യരും ഇപ്പം DI ചെയ്ത അപ്പോൾ 6 ക്യാമറയിലാണ് ഞങ്ങൾ പടം ചെയ്തത്. 6 വർഷമായതുകൊണ്ട് 5ഓ 6ഓ ക്യാമറ റെഡ് ഉൾപ്പെടെ താഴെയുള്ള Canon 1DX വരെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഒരേ ദൃശ്യ സംവിധാനത്തിലേക്ക് ഒരുക്കി തന്നത് DI കളറിസ്റ്റ് ലിജു പ്രഭാകരാണ്. അതേ സമയത്ത് തന്നെ ആ സിനിമയിൽ ഉപയോഗിച്ച അത്രയും ജിംബൽ നിങ്ങൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആ ഷോട്ട് പകർത്തിയതെന്ന്. അത് ശരിക്കും ഹെലിക്യാം ഷോട്ടാണ്. കണ്ണൂരിലുള്ള എൻ്റെ സുഹൃത്താണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഞാൻ പറയും എപ്പോഴും നമ്മൾ 15 കോടിയുടെ സിനിമ ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളറോട് ദയവായി പ്രൊഡ്യൂസർ ഒന്ന് ചോദിക്കണം എന്തിനാണ് ഈ 15 കോടി എന്ന് പറയുന്നത്. 15 കോടിയുടെ സിനിമ നമുക്ക് 5 കോടിക്ക് ചെയ്യാമെങ്കിൽ ആ 5 കോടി ചുരുക്കാൻ കഴിയുന്നതാണ് നല്ല നിർമ്മാതാവ് എന്നാണ് ഞാൻ പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഘട്ടത്തിൽ ഞാനായിരുന്നു പ്രൊഡ്യൂസർ എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ എല്ലാ ടെക്നിക്കും നമുക്കറിയാലോ. അപ്പം ജിബ് പെരുങ്കാട്ടിൽ എത്തിച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് 10 ലക്ഷം രൂപയ്ക്ക് പകരം ഞാൻ 17,000 രൂപയ്ക്ക് ഒരു ജിബ് ഇത് ചെയ്യാൻ കഴിവുള്ള സാധ്യതയുള്ള പലരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് അയാളെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മരത്തിൻ്റെ മുകളിലേക്ക് ജിബ് ഷോട്ട് പോലെ തോന്നുന്നത് ആ ഹെലിക്യാം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഒരു സംവിധായകൻ അറിയേണ്ട പണിയാണ്. സംവിധായകൻ ആ പണി അറിയുമ്പം ഇതൊക്കെ നടക്കും. പിന്നെ ചോലനായ്ക്കർ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു സിനിമ എങ്ങനെയാണ് സിനിമ വരുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ അതിൽ 4ഓ 5ഓ പേർക്കാണ് ഈ സിനിമ ഇങ്ങനെയാണ്. ഇതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത വിനയൻ കരിമ്പുഴ അവരെല്ലാവരും പടം കാണുമ്പോഴാണ് ഈ ഒരു അർത്ഥത്തിലാണ് ഈ സിനിമ നമ്മൾ വിചാരിച്ചത്. അതിൽ നടന്മാരും ഒക്കെ വിചാരിക്കണം. അവർ മുഴുവനായിട്ട് ഈ സിനിമ കാണുന്നില്ല ഒരിക്കലും. അപ്പോൾ പകരം അവരുടെ ജീവിതത്തിലേക്ക് ഈ കഥാപാത്രത്തെ കടത്തിവിട്ട് അവരെ ജീവിക്കാൻ വിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ക്യാമറയിലേക്ക് നോക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് തന്നെ ഒരു 1.5 വർഷം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ 1.5 വർഷത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ ഏതൊരു പ്രൊഫഷണൽ ആക്ടറേക്കാളും നന്നായി ഇപ്പോൾ എൻ്റെ നരിമഞ്ചനും അയ്യപ്പനും ഒക്കെ എടുക്കും. ഇപ്പോൾ അയ്യപ്പൻ കഴിഞ്ഞ ദിവസം നിലമ്പൂർ പാട്ട് എന്ന് പറയുന്നത് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് MLA അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ഗംഭീര ഫെസ്റ്റിവലാണ്. നിലമ്പൂർ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിലമ്പൂരിലെ ഏറനാട്ടിലെ ഏറ്റവും വലിയൊരു കൾച്ചറൽ ഫെസ്റ്റാണ്. ആ ഫെസ്റ്റ് അതായത് അതിൻ്റെ മിത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിലമ്പൂർ വാലി എന്ന് പറയുന്നത് 8ഓ 9ഓ ഗോത്ര വിഭാഗങ്ങളുടെ മണ്ണായിരുന്നു. ഇവിടെ കോവിലകത്തിൻ്റെ അധികാരം സ്ഥാപിച്ചതിന് ശേഷം കോവിലകത്തിൻ്റെ തമ്പുരാൻ ഇതിൻ്റെ നെടുമ്പോലക്കോട്ട എന്ന് പറയുന്ന അവിടെ വേട്ടയ്ക്ക് പോയ സമയത്ത് കുതിരപ്പുറത്ത് വെച്ച് കാണുകയാണ് അവിടെ ഒരു വിഗ്രഹം, ഒരു അമ്പലമുണ്ട്, ഇത് ഗോത്രവിഭാഗത്തിൻ്റെ അമ്പലമാണ് എന്ന് കാണുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞു കേട്ട ഐതിഹ്യമാണ്. അവിടുത്തെ ദൈവത്തിനെ എല്ലാ ദിവസവും ഇദ്ദേഹത്തിന് നിലമ്പൂരിൽ നിന്ന് പോയി തൊഴാൻ കഴിയാത്തത് കൊണ്ട് ആ ദൈവത്തിനെ എടുത്ത് തമ്പുരാൻ താമസിക്കുന്ന കോവിലകത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണ് നിലമ്പൂർ കോവിലകത്തിൻ്റെ മിത്ത്. എന്നിട്ട് സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടു നിലമ്പൂർ കോവിലകം എന്ന് പറയുന്നതും അവിടുത്തെ അമ്പലവും അങ്ങനെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ ദൈവത്തിനെ എല്ലാ ദിവസവും തൊഴാനുള്ള സൗകര്യത്തിന് ഒരു അധികാരശക്തി ഗോത്രവിഭാഗത്തിൻ്റെ അധികാരശക്തി പ്രയോഗിച്ച് ഇവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ സ്വപ്നം കണ്ടപ്പോൾ അന്ന് രാത്രി അദ്ദേഹം പ്രഖ്യാപിച്ചു, എല്ലാ വർഷവും ഒരു ദിവസം നിങ്ങൾക്ക് സർവാണി സദ്യ തരാം, ഇവിടുത്തെ എല്ലാ ഗോത്രവിഭാഗത്തിലെ മനുഷ്യർക്കും വന്ന് ഞങ്ങൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം തരാം എന്ന്. എന്നിട്ട് ആ ഭക്ഷണം എന്ന് പറയുന്നത് അവരടുത്ത ഒരു വർഷം വരെയുള്ള ഔഷധമാണ് എന്ന് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് തോർത്തുമുണ്ടിൽ ഇവിടുത്തെ ചോറും കറിയും പൊതിഞ്ഞ് പുഴ നീന്തി അവർ 2ഉം 5ഉം മലകൾക്കപ്പുറത്തെത്തി ഇത് സൂക്ഷിച്ച് ഇത് ഒരു കാലത്ത് അവർ ഔഷധമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മണ്ണിൽ ഒരു ചോലനായിക്ക ചെറുപ്പക്കാരൻ ചെന്നിട്ട് ഇതിൻ്റെ ഓർമ്മയുടെ പേരിൽ ഉത്സവം നടത്തുന്നു. ഈ ഉത്സവത്തിൻ്റെ ഉദ്ഘാടകനായി ഒരു ചോലനായിക്ക ചെറുപ്പക്കാരൻ ആ വേദിയിലെത്തി നിലവിളക്ക് കൊടുത്തെന്തോ ആവട്ടെ അത് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അത് എനിക്ക് വ്യക്തിപരമായി ഭയങ്കരമായ ഒരു സന്തോഷം തരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ടൈം ലൈനിൽ ഒരാവളക്കാരൻ എന്ന് പറയാൻ തന്നെയാണ് എനിക്ക് ഇഷ്ടമെന്ന്. അത് എൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് ഞാൻ നേടിയെടുത്തൊരു സാധനമായിരിക്കാം. അവിടെ നിന്നിട്ട് അയ്യപ്പൻ മൈക്കിൽ സംസാരിക്കുകയാണ്. അയ്യപ്പൻ എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം സംസാരിക്കുകയാണ്. ഞാനിങ്ങനെ വന്നിരുന്നു, അവിടെ അന്ന് പ്രിയങ്കാ ഗാന്ധി മാഡം എന്നാണ് പറയുന്നത്, ഇങ്ങനെ വന്നിരുന്നു എന്നൊക്കെ. അപ്പം അത്രയും ഓർമ്മയും ബോധവും കൃത്യമായ മൈക്കിന് മുന്നിൽ നിന്ന് സംസാരിക്കാനും കഴിയുന്ന ഒരു രീതിയിലേക്ക് അവർ വന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ സമൂഹം കൊടുത്ത സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടല്ല അവർ വരുന്നത്. അവർ സ്വയം ആർജിച്ചെടുക്കുന്ന കഴിവിൽ നിന്നാണ് വരുന്നത്. ആ കഴിവിനെയാണ് ഞാൻ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഒപ്പം നിന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവളക്കാരൻ്റെ സിനിമ എന്നതിന് പകരം ആ ടാഗ്ലൈൻ അവളക്കാരൻ്റെ സമരം എന്നുകൂടി അല്ലേ വായിക്കാവുന്നതാണ്. ഞാനൊരു സമരക്കാരനല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമ ചെയ്യുമ്പോഴും എഴുതുമ്പോഴും മാത്രമാണ് ഈ പറഞ്ഞ എൻ്റെ സിനിമയെക്കുറിച്ച് പറയുമ്പോഴും മാത്രമാണ് എനിക്ക് ഇത്ര ശക്തി ഉണ്ടാവുക. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ണി വെറും ഉണ്ണിയാണ്. ഈ ചോദിച്ച ചോദ്യങ്ങൾ പലപ്പോൾ ഞാൻ മറുപടി പറയാതെ പോകും. ചില
സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തന്നെ സംസാരിക്കണം. പ്രസവിക്കുന്ന സമയത്ത് സ്ത്രീയുടെ വേദന ഉണ്ടെങ്കിലും അവർ അനുഭവിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ ഞാൻ പറഞ്ഞത് ആ സമരം എന്നുള്ളത് വെറുതെ അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഉണ്ണി നടത്തിയത് ഒരു സിനിമ എടുക്കുമ്പോൾ തന്നെ അതൊരു ആദിവാസി വിഭാഗവുമായി ബന്ധ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനവും കൂടിയായി മാറുന്നുണ്ട് സമാന്തരമായിട്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരം സിനിമകളുടെയൊക്കെ ഞാൻ നേരത്തെ ഉണ്ണി കാര്യം പറയുന്നതിനിടയിൽ എന്താണ് മുഖ്യധാര എന്നൊക്കെ നമ്മൾ ആ ചോദ്യം ചോദിക്കാമെങ്കിലും ഇവിടുത്തെ ഒരു റിയാലിറ്റിക്കകത്ത് മുഖ്യധാരയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു തിയേറ്ററിനകത്ത് നിന്ന് സിനിമ റവന്യൂ കിട്ടേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആട്ടം എന്ന് പറയുന്ന ഒരു സിനിമ എനിക്കറിയാം, ഇതുപോലെ KLF-ൻ്റെ വേദിയിൽ അവരുടെ ടീമിനൊപ്പം ഞാൻ ഇരുന്നിരുന്നു. അപ്പോൾ അവരിങ്ങനെ അതിൻ്റെ സംവിധായകൻ ആനന്ദേകർഷി പറയുന്നുണ്ട്, നമ്മുടെ ഈ ആഘോഷങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഇതിൻ്റെ ഒരു പണമുണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള, അത് കിട്ടേണ്ടത് തിയേറ്ററിനകത്ത് നിന്ന്, തിയേറ്ററിൽ ആൾ വരട്ടെ എന്ന്. ഇപ്പം മമ്മൂട്ടി മോഹൻലാലിനെ പോലെയുള്ള ആളുകൾ ഡയറക്ടേഴ്സിൻ്റെ മേൽവിലാസത്തിന് പെട്ടിട്ട് അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ചിട്ട് അഭിനയിച്ച സിനിമയാണ് മലൈക്കോട്ട വാലിബനും നമ്മുടെ നൻപകൽ നേരത്ത് മയക്കമൊക്കെ. പക്ഷേ തിയേറ്ററിൽ വീണതാണ്. ഫെമിനിച്ചി ഫാത്തിമ സ്റ്റേറ്റ് അവാർഡ് തിയേറ്ററിൽ വീണതാണ്. വിക്ടോറിയ തിയേറ്ററിൽ വീണതാണ്. കാത്തിരിപ്പ് വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. ഇനിയിപ്പോൾ ഉണ്ണിയുടെ തൊട്ട് മുന്നേ ഉണ്ണിയോടൊപ്പം തന്നെ പാപ്പാബുക്ക എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഗോവയിൽ നിന്ന് ആ സിനിമ കണ്ടിരുന്നു. നമ്മുടെ പാപ്പുവ ന്യൂഗിനിയിൽ നിന്ന് എടുത്തിട്ടുള്ള സിനിമയാണ് മലയാളി ഡോക്ടർ ബിജു. അതിപ്പോൾ ഓസ്കാറിന് വേണ്ടി അവിടെ നിന്ന് സെലക്ഷൻ കിട്ടിയ വിദേശ സിനിമയാണ്. അതായത് അടിസ്ഥാനപരമായി നമുക്ക് ഇത്തരമൊരു സിനിമ നാളെ ചെയ്യാനിരിക്കുന്നവർക്ക്, ഇപ്പോൾ ഉണ്ണി കാശ്മീരിൽ വെച്ച് അടുത്ത സിനിമ ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അതിഭയങ്കരമായ സന്തോഷമുണ്ടായിത്തീരുന്നു. കാരണം ഇങ്ങനെയൊരു ഭൂപടത്തിൽ നിന്ന് വലിയ ഒരു ലോകത്തെ സ്വപ്നം കണ്ട് അത് സാധ്യമാക്കുന്നു എന്നുള്ളത് ഒപ്പം തന്നെ ഈ മുഖ്യധാരക്കകത്ത് വിനിമയക്ഷമമാകാൻ പാകത്തിൽ നമ്മുടെ പ്രേക്ഷകരെ ആ നിലയിലേക്ക് വളർത്താൻ പാകത്തിൽ നമ്മുടെ സിനിമാ പ്രേക്ഷകർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസമോ സാക്ഷരതയോ ഏത് നിലയിൽ വളർത്താം എന്നാണ് ആലോചിക്കുന്നത്. അങ്ങനെ വളർത്താൻ നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ അപര്യാപ്തമാണ്. ഇപ്പോൾ IFFK ഉള്ളത് കൊണ്ടാണ് ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത്. IFFK ഇല്ലേ, ഞാനില്ലല്ലോ. അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സിനിമയുടെ കണ്ടന്റുകൾ ഇന്ത്യക്ക് പുറത്താണ് പലപ്പോഴും വലിയ രീതിയിൽ വാല്യൂ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ഈ സിനിമകൾ എത്തിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ വന്ന തിയേറ്ററിൽ വീണുപോയാലും നമുക്ക് സങ്കടമില്ല. ഇനി അവിടെ അല്ല സിനിമ കാണിക്കേണ്ടത്. കാരണം ഞാൻ IFFK വേൾഡ് പ്രീമിയർ എടുത്തതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടുത്തെ ആളുകളോടാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ചും എൻ്റെ നരിമഞ്ജനെക്കുറിച്ചും പറയാനുള്ളത്. നരിമഞ്ജൻ ഗോത്രവിഭാഗത്തിൻ്റെ സിനിമയാവുന്നത് അങ്ങനെ അതിനെ ടാഗിൽ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ല. കാരണം നരിമഞ്ജൻ ഞാനും കൂടെയാണ് നരിമഞ്ജൻ. അപ്പം പിന്നെ പ്രശ്നമല്ലല്ലോ. നരിമഞ്ജൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആത്മാവിൽ ഞാനും കൂടെ ഉണ്ടെന്ന് പറയുന്നിടത്ത് അത് മുഖ്യധാരാ മനുഷ്യരുടെയും കൂടെ സിനിമയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. രണ്ടാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സിനിമ ഞാൻ എത്ര ചുരുക്കി എടുക്കാൻ പറ്റുമോ, എത്ര ചെലവ് കുറച്ചെടുക്കാൻ പറ്റുമോ അത്ര കുറച്ചാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഉടലാഴം ബ്ലോക്ക് ബസ്റ്ററിൽ എങ്ങനെ വർക്കൗട്ടായി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതിൻ്റെ പ്രൊഡക്ഷൻ വേറെയായിരുന്നു. എൻ്റെ നിലവിലുള്ള ഇപ്പോഴത്തെ സിനിമ തന്തപ്പേര് എന്ന് പറയുന്ന സിനിമ ഞാൻ ഇറക്കിയതിനേക്കാൾ മുതൽ മുടക്ക് എനിക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. എനിക്ക് മീൻസ് എൻ്റെ പ്രൊഡക്ഷൻ വൈകാതെ കിട്ടും. കാരണം അത് ഓൾറെഡി വലിയ സന്തോഷമാണ്. ഉണ്ണി തിരുവനന്തപുരത്ത് പറയുന്ന കേട്ടിരുന്നു ഭാര്യയുടെയും ഉണ്ണിയുടെയും ഒക്കെ പേ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് പലപ്പോഴും ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് അല്ലേ? അതെ, അതൊരു ധൈര്യമാണ്. നേരത്തെ പറഞ്ഞ ആവളക്കാരന് മാത്രം കിട്ടുന്ന ഒരു ധൈര്യം. അപ്പം ഈ പറഞ്ഞ പോലെ അതായത് ഇത്രയും വലിയ ഒരു തുക, ഞാനിപ്പോൾ 2 കോടിക്ക് പടം എടുത്തെങ്കിൽ പടം എവിടെ എത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്രയാണ് ആ പടത്തിന് ഞാൻ ചിലവാക്കിയിട്ടുള്ളൂ. അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് വർക്കൗട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആട്ടം എന്ന് പറയുന്ന സിനിമ ഒരു മലയാളി പുരുഷൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീയോട് എങ്ങനെ പെരുമാറണമെന്ന് എന്നെ അത്രയ്ക്ക് അങ്ങനെയുള്ള കഴുകി വെടിപ്പാക്കുന്ന അറിയില്ലേ, അത്ര സാംസ്കാരികമായി ഇടപെടുന്നൊരു സിനിമയാണ്. ആ സിനിമ കാണാൻ 8 പേരായിരുന്നു മഞ്ചേരി തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. ഇനി തന്തപ്പേരായാലും തിയേറ്ററിൽ വരുമ്പോൾ ഇനി ഫെമിനിച്ചി ഫാത്തിമ ദുൽഖർ സൽമാൻ്റെ വിതരണ കമ്പനിയാണ് വിതരണം ചെയ്തത്. എത്ര ആൾക്കാർ പോയി കണ്ടു. അപ്പം നമ്മൾ കാണേണ്ട സിനിമ, ഇന്നലെ ഞാൻ ഒരു സിനിമ കാണാൻ പോയപ്പോൾ ക്രിസ്മസിന് ഇറങ്ങിയ സിനിമ ഇപ്പോഴും ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പം സിനിമ ഏത് കാണണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ നിങ്ങളാണ്, പ്രേക്ഷകനാണ്. ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ അതിൽ സ്വാധീനിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന മുഖ്യധാര പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെ വെക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇത് സിനിമയാണോ എന്ന് വിലയിരുത്താനെങ്കിലും നിങ്ങൾ തിയേറ്ററിൽ പോയി ഇത്തരം സിനിമകൾ കാണണം. ഫെസ്റ്റിവൽ വരുമ്പം ഈ എല്ലാ ഷോയിലും 2 ഇരട്ടി ആളുകൾ വന്നിട്ട് ഇരിക്കാൻ സ്ഥലമില്ലാതെ പുറത്തു പോകുമായിരുന്നു. പക്ഷേ ഇത്
തിയേറ്ററിലേക്ക് വരുമ്പോൾ ഫെമിനിസ്റ്റ് ഫാത്തിമ തിയേറ്ററിലേക്ക് വന്നപ്പോൾ നിങ്ങൾ കണ്ടതാണ്, ആട്ടം കണ്ടതാണ്, ഇനി തന്തപ്പേരാണെങ്കിലും നിങ്ങൾ കാണാൻ പോകുന്നതാണ്. പക്ഷെ അതുകൊണ്ട് പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ കുറേ കൂടെ എന്തായിരിക്കണം ഒരു സിനിമയിലൂടെയുള്ള കലാപ്രവർത്തനം എന്ന് കണ്ടറിയാനെങ്കിലും ഒരു 110 രൂപ കൊടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്നുള്ളത് തീർച്ചയായും അതാണ് നമ്മുടെ അല്ലേ ഈ ഉത്തരവാദിത്തത്തോട് അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് തീർച്ചയായും നമ്മളെപ്പോലുള്ള പ്രേക്ഷകരാണ്. അപ്പോൾ മാത്രമേ നാളെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് മുന്നോട്ട് വരാൻ പറ്റൂ. ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സംഘാടകർ കുറേ സമയമായി, എങ്കിലും ഈ സംഭാഷണം പൂർത്തിയാവുന്നത് നിങ്ങളുടെ കൂടെ ഇടപെടലോട് കൂടിയാണ് എന്ന വിശ്വാസത്തിൽ ഒരു 2 ക്വസ്റ്റ്യൻ ഓഡിയൻസിനകത്ത് നിന്ന് നമുക്ക് അതോടുകൂടി നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. മൈക്ക് ഓഡിയൻസ്. സാറ് വിദേശ രാജ്യത്ത് പോകുമ്പോഴുള്ള എന്നെ ഒരു അനുഭവം പറ്റി ഒരു ഫ്യൂ വേർഡ്സ് പറയാം. ഞാൻ ഈ ഒക്ടോബറിൽ അസർബൈജാൻ പോയപ്പോൾ അവിടെ കലാകാരന്മാർക്ക് നല്ല പ്രോത്സാഹനം, മ്യൂസിയത്തിലെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് അല്ല പ്രകടനം കാണിക്കുന്നുണ്ട്. നന്നായിട്ട് നല്ല ആദരവ് എടുക്കുന്നു. വളരെ പ്രകൃതി ഭംഗിയായിട്ട് നല്ല അതിൽ എല്ലാ സ്മാരകങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം, എന്തെങ്കിലും കുറച്ച് ഫ്യൂ വേർഡ്സ്. ഒന്നുമില്ല, കലാകാരന്മാരൊക്കെ ഇവിടെയും ഭയങ്കരമായിട്ട് ആദരിക്കുന്നില്ലേ? ഇപ്പം ഞാൻ മലപ്പുറത്ത് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ എന്നെ ആദരിച്ചിട്ടല്ലേ, സ്നേഹത്തോടെയല്ലേ? ഞാൻ പറഞ്ഞ എനിക്ക് പൊന്നാടയും ഫലകമൊന്നും വേണ്ട, എൻ്റെ സിനിമയെക്കുറിച്ച് സംസാരിച്ചാൽ മതി എന്നുകൊണ്ടാണ് എനിക്ക് സെഷൻ ഇട്ടത്. ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആസ്വാദകർ എന്നുള്ള രീതിയിൽ നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂ എഴുതിക്കും, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ആ സിനിമ കണ്ടിട്ട് വേണം നിങ്ങൾ അതിനെ വിലയിരുത്താൻ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എളിയ അഭ്യർത്ഥന. ഒരാൾ കൂടി, അതുകൊണ്ട് അവസാനിപ്പിക്കാം. സ്ത്രീ. നമസ്കാരം. വളരെ സജീവമായ ചർച്ചയാണ് പങ്കെടുത്തത്. പക്ഷേ എൻ്റെ ഒരു സംശയം, എൻ്റെ വ്യക്തിപരമായ സംശയമാണ്. അതിന് മറുപടി നിങ്ങളുണ്ടാവും, പക്ഷേ ന്യായീകരണം ഈ സദസ്സിന് മൊത്തം ഉൾക്കൊള്ളാൻ പറ്റുന്ന ന്യായീകരണം. സാംസ്കാരിക രംഗം ഇന്ന് എത്രയോ അതപ്പതിച്ചിട്ടാണെന്ന് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇപ്പോൾ സിനിമയെ പറ്റി പറഞ്ഞു. നമ്മൾ സിനിമാ രംഗത്ത് ഷൂട്ടിംഗ് സമയത്ത് സംഭവിക്കുന്ന സംഭവങ്ങൾ പുതിയ തലമുറയുടെ അല്ലെങ്കിൽ സ്ത്രീകൾ സിനിമാ രംഗത്ത് കടന്നു വരാൻ പേടിയാണ്. കാരണം പലതും സംഭവിക്കുന്നു. സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്ത് വിദ്യാഭ്യാസത്തിൽ കേരളം ഏറ്റവും ഉന്നത സ്ഥാനം, 99-100% സാക്ഷരതാണ്. ആ സംസ്ഥാനത്ത് പിന്നെ കലാരംഗത്ത് സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഇന്ന് അഴിഞ്ഞാടുന്ന ഈ വൃത്തികേടിനെതിരായിട്ട് സാംസ്കാരിക നായകന്മാരും വകുപ്പെട്ട ബഹുമാനപ്പെട്ട പിന്നെ ഈ സിനിമ നിർമ്മിക്കുന്നവർക്കുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആത്മാർത്ഥമായി വരുത്തുന്നത് അതിൻ്റെ ഒരു വേണ്ടി നമുക്ക് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് മാത്രം. താങ്ക് യു. ഒരു കാര്യം ചെയ്താൽ മതി, ഈ സിനിമ ഇത് കഴിഞ്ഞിട്ട്, ഈ സെഷൻ കഴിഞ്ഞിട്ട് അമ്പിളി മൈഥിലി ഇവിടെയുണ്ട്, ഞങ്ങളുടെ സിനിമയിലെ ആർട്ട് ഡയറക്ടറാണ്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചതെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. സ്ത്രീകളും കുട്ടികളും എല്ലാവരും എങ്ങനെയായിരുന്നു ആ ഗ്രൂപ്പിൽ, എത്രമാത്രം ജെൻഡർ നീതി ഉണ്ടായിരുന്നു, അവരുടെ തൊഴിൽ എങ്ങനെയാണ് സ്വീകരിക്കപ്പെട്ടതെന്നൊക്കെ അവർ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നാവും. അല്ലാതെ എൻ്റെ സിനിമയെക്കുറിച്ച് അതിൻ്റെ ഗ്രൂപ്പ് മേക്കിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. എങ്കിലും സാറ് പറഞ്ഞ വളരെ കറക്റ്റാണ്. അങ്ങനെയുള്ള എല്ലാവർക്കും ഇടമുള്ള മേഖലയാവട്ടെ സാംസ്കാരിക മേഖല എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിത് നിർത്താം. എന്തായാലും ഒരാവളയിൽ നിന്ന് ഒരു അധ്യാപകനായി മലപ്പുറത്തേക്ക് പോയി ഒരു ക്ലാസ് മുറിയിൽ മാത്രം അവസാനിപ്പിക്കാതെ തൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനം ഒരു ചലച്ചിത്ര ഭൂപടത്തിലൂടെ ലോകം മുഴുവൻ നടത്തേണ്ടതാണ് എന്ന ഒരു തിരിച്ചറിവിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സിനിമാ പ്രവർത്തനം. തീർച്ചയായും ഈ സിനിമ ഇപ്പോൾ 17 രാജ്യങ്ങളിലേക്ക്, അവിടുത്തെ ഫെസ്റ്റിവലുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സന്തോഷ കാര്യവും കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് തീർച്ചയായും അടുത്ത കടത്തനാട് ഫെസ്റ്റിൽ ഉണ്ണിയിരിക്കുന്ന ആ വലിയ പദവിയിൽ നിന്ന് വീണ്ടും ഇവിടേക്ക് വരാനും കൂടി ക്ഷണിച്ചാൽ വരാനും കൂടി ഉള്ള അവസരമായി ഉണ്ണിയുടെ ജീവിതവും ഈ ഫെസ്റ്റിൻ്റെ അല്ലെങ്കിൽ രൂപത്തെ കുറച്ചുകൂടി ഉണ്ണിയെപ്പോലുള്ളവരുടെ സാന്നിധ്യം നമുക്ക് ആഹ്ലാദകരമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മലയാള സിനിമയുടെ മാറുന്ന മുഖഛായകൾ എന്ന ഈ ശീർഷകത്തെ മുൻനിർത്തിയുള്ള ഈ ചർച്ചയിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു സെഷന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ശ്രീ മോഹൻദാസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏവർക്കും നമസ്കാരം. കടത്തനാട് ഫെസ്റ്റിൻ്റെ ഈ സെഷനിൽ മലയാള സിനിമയുടെ മാറുന്ന മുഖച്ഛായ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം സംബന്ധിച്ച ശ്രീ ഉണ്ണികൃഷ്ണൻ ആവള, അതുപോലെ തന്നെ മോഡറേറ്റർ
ശ്രീ വി കെ ജോബിഷ് എന്നിവർക്ക് പ്രത്യേക നന്ദി സംഘാടക സമിതിയുടെ പേരിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് വളരെ ഹൃദ്യമായി ശ്രമിച്ച എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം, നന്ദി, നമസ്കാരം. താങ്ക് യു.